അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ദൈവിക ആലോചനകൾ നമ്മൾ പ്രാപിച്ച് ശക്തിപ്പെടാൻ പോവുകയാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. വിശുദ്ധനും സത്യവാനുമായ ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനുമായ യേശുവിന്റെ നിറഞ്ഞ സാന്നിധ്യം. കരങ്ങൾ അടിച്ച് കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. ഇന്നിവിടെ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ബഹുമാന്യ പാസ്റ്റർ ഷിബു മാത്യു വെള്ളറട അവരെ ആദരപൂർവ്വം സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കും. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ശ്രേഷ്ഠനായ ദൈവത്തിൻ്റെ യജമാനൻ്റെ വയൽ പ്രദേശത്ത് ദൈവം കൊടുത്തിരിക്കുന്ന കൃപയുടെ ശ്രേഷ്ഠതയ്ക്കൊത്തവണ്ണവും ദൈവപരിജ്ഞാനത്തിൻ്റെ മികവിനൊത്തവണ്ണവും പ്രായത്തിൻ്റെ പക്വതയോടും ആത്മീക ശുശ്രൂഷ യജമാനന് വേണ്ടി വിശ്വസ്തയോടെ നിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നോടൊപ്പം ഈ വേദിയിലായിരിക്കുന്ന അനുഗ്രഹീതരായ കർത്താവിൻ്റെ അഭിഷക്തന്മാർ, അവരെ ഞാൻ ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. എൻ്റെ മുൻപിലിരിക്കുന്ന ബഹുമാന്യരായ ദൈവജനം, ദൈവദാസന്മാർ ഏവരെയും പൂർണ്ണ പ്രതിപക്ഷ ബഹുമാനത്തോടെ ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. സർവശക്തനായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എളിയവനെ ഇവിടെ പരിചയപ്പെടുത്തിയല്ലോ. എളിയദാസിൻ്റെ പേര് ഷിബു മാത്യു. സ്വദേശം റാന്നിയാണ്. കഴിഞ്ഞ 2008 മുതൽ എൻ്റെ കർമ്മമണ്ഡലം പ്രവർത്തന മേഖല വെള്ളറട കേന്ദ്രമാക്കി ന്യൂ ഇന്ത്യ ചർച്ച് എന്ന അനുഗ്രഹീത കൂട്ടായ്മയോട് ചേർന്ന് കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിൽ എളിയവനുമായിരിക്കുന്നു. ഒരു ഭാര്യ, 2 പിള്ളേര്, ഒരു കൊച്ചു കൂട്ടായ്മയുണ്ട്. അവിടെ ഒരു കൊച്ചു സെൻ്ററുണ്ട്. അതിൻ്റെയൊക്കെ നേതൃത്വം കൊടുക്കുവാനായിട്ട് കർത്താവ് കൃപ ചെയ്യുന്നു. എന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇത്രത്തോളമാണ്. നമ്മൾ ദൈവവചനത്തിലൂടെ വേഗം കർത്താവിനെ ഭരമേൽപ്പിച്ച വചനത്തിൻ്റെ ആലോചനകൾ ശാന്തമായി ഒന്ന് വിചിന്തനം ചെയ്ത് പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടണം. ഇവിടെ കുറച്ച് യൗവനക്കാരെ കുഞ്ഞുങ്ങളെയൊക്കെ കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പല ചർച്ചകളും അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ട് കാലയവനികയ്ക്കുള്ളിലേക്ക് മറിയത്തക്കവണ്ണം ഊർദ്ധശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഞങ്ങളുടെ ചർച്ചിലും കർത്താവ് അനുവദിച്ചിട്ട് ഒരു 80-നടുത്ത് കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ചർച്ചിലുമുണ്ട്. സ്തോത്രം. മക്കളൊക്കെ +2 കഴിഞ്ഞാൽ ഉടനെ അവരുടെ ജീവനോപാധികൾ തേടി പലയിടങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ യൗവനക്കാരെ ദൈവസഭകൾക്കകത്ത് കാണാൻ കഴിയുന്നത് വളരെ ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. സ്തോത്രം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനകൾ. ഞാൻ നിങ്ങൾക്ക് ആപ്റ്റാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ നിങ്ങൾക്ക് ചേരുമോ എന്ന് എനിക്കറിയില്ല. തോമസ് പാസ്റ്ററെ ഞാനിന്ന് കാണും. ആദ്യമായിട്ടല്ലേ കാണുന്നേ? ആദ്യമായിട്ട് കാണാം. സ്തോത്രം. ഈ ദൈവസഭയുമായി ബന്ധപ്പെട്ട 2 ദൈവദാസന്മാരുടെ പ്രസംഗം ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. പാസ്റ്റർ M.A. വർഗീസ്, പാസ്റ്റർ M.A. ജോൺ, ഈ അനുഗ്രഹീത 2 ദൈവദാസന്മാരുടെ സന്ദേശങ്ങൾ റാന്നിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ അവർ വന്ന ശുശ്രൂഷ സമയങ്ങളിൽ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടങ്ങളിൽ കേൾപ്പാനായിട്ട് ദൈവം എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. അനുഗ്രഹീതരായ ദൈവദാസന്മാർക്ക് ദൈവം കൊടുക്കുന്ന ആത്മനിയോഗത്തിനൊത്തവണ്ണം നയിക്കപ്പെടുന്ന കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. എൻ്റെ ശബ്ദം ഇച്ചിരി പ്രശ്നമുള്ളതാണ്. അത് മിക്സ് ചെയ്യുന്ന ഒരു ചില ബുദ്ധിമുട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 2012 ത്രോട്ടിൽ ബാധിച്ച ത്രോട്ട് ക്യാൻസറിൻ്റെ പ്രയാസങ്ങൾ ശരീരത്തെ, ശബ്ദത്തെ ഒക്കെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പല പ്രാവശ്യമായി നടന്ന 13ഓളം സർജറികൾ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ ഗണ്യമായ നിലകളിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. എങ്കിലും ദൈവം തരുന്ന കൃപയ്ക്കൊത്തവണ്ണം രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഓടുവാനും ദൈവം എനിക്ക് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം സർവശക്തന്റെ കൃപ. എൻ്റെ ആത്മീക ഗുരുക്കന്മാർ 2 പേരാണ്. അവർ 2 ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുകയാണ്. ഒരാൾ പാസ്റ്റർ V.A. തമ്പി, മറ്റൊരാൾ പാസ്റ്റർ M. പൗലോസ് രാമേശ്വരം. ഈ അനുഗ്രഹീത 2 ദൈവദാസന്മാരാണ് എൻ്റെ ആത്മീക ഗുരുക്കന്മാർ. അവരുടെ കൂടെ നടന്ന് കൈക്ക് വെള്ളമൊഴിച്ച് ശുശ്രൂഷകൾ കണ്ടും കേട്ടും പഠിച്ച് അങ്ങനെയാണ് സുവിശേഷ വേദിയിൽ മുൻപോട്ട് വരുവാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നത്. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എൻ്റെ ലജ്ജ മാറ്റിയത് ഈ 2 ദൈവദാസന്മാരുമായിട്ടുള്ള കൂട്ടുകെട്ടും സൗഹൃദവും അവരിൽ നിന്ന് സ്വീകരിക്കപ്പെട്ട ശിഷ്യത്വത്തിൻ്റെ ആത്മാവുമാണ്
ക്രിസ്തുവിൻ്റെ ഒരു നല്ല ദാസനായി കർത്താവിൻ്റെ വേലയിൽ നിലനിൽക്കുവാൻ ഇന്നയോളം ദൈവം എനിക്ക് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വചനത്തിലേക്ക് മുഖവരകൾ നിർത്തി പ്രവേശിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം Acts of the Apostles chapter 11 അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 11 അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം, verse 24. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനും ആയിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. മതി. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനും ആയിരുന്നു. നമ്മൾ ആ പാർട്ട് ഒന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. വളരെ ശാന്തമായിട്ടായിരിക്കും ഞാൻ എൻ്റെ പ്രിയരോട് സംസാരിക്കുന്നത്. വളരെ ശാന്തമായിട്ടായിരിക്കും സംസാരിക്കുന്നത്. ഏതൊരാൾക്കും ഞാൻ പറയുന്ന സന്ദേശം ഗ്രഹിക്കണം എന്നൊരു ചിന്ത എനിക്കുണ്ട്. നിങ്ങൾ കൈയടിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ജീവിതത്തിന്റെ തുടർന്നുള്ള അനുഭവങ്ങളിൽ ദൈവത്തിനു വേണ്ടി കൈയടിക്കത്തക്കവണ്ണം ഒരുക്കിയെടുക്കപ്പെടേണ്ടതിലേക്കായി കുറച്ച് വചന ദൂതുകൾ ദൈവം എന്നെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുക. സ്തോത്രം. നമ്മളിവിടെ വായിച്ചത് ബർന്നബാസിനെ കുറിച്ചാണ്. ബർന്നബാസ് നമുക്ക് ഏവർക്കും സുപരിചിതനായ ഒരു ദൈവദാസനാണ് ബർന്നബാസ്. നമുക്ക് ഏവർക്കും എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ തിരുത്തുകയാണ്, ബൈബിൾ വായിക്കുന്നവർക്ക് സുപരിചിതനായ ഒരു ദൈവമനുഷ്യനാണ് ബർന്നബാസ് എന്നയാൾ. സ്തോത്രം. ബർന്നബാസിനെ കുറിച്ച് കഴിഞ്ഞ ദിനങ്ങളിൽ ദൈവത്തിന്റെ വചനം ഒന്ന് ധ്യാനിക്കാനും പഠിക്കാനും ദൈവം ഒരു അവസരം എനിക്ക് തന്നു. സ്തോത്രം. അല്പം ഓർമ്മക്കുറവുകളൊക്കെ ഉള്ളത് കൊണ്ട് അത് ഞാനിങ്ങനെ ഒന്ന് എഴുതി വെക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ആ പഠനം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. നിരന്തരമായിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ആ വചനഭാവം ഇങ്ങനെ ധ്യാനിക്കുകയും പഠിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുക. വചനം എന്റെ കൂടെയാണോ, ഞാൻ വചനത്തിന്റെ കൂടെയാണോ എനിക്കറിയില്ല. സ്തോത്രം. ഞാൻ വചനത്തിന്റെ കൂടെയും ആ വചനം എന്റെ കൂടെയും ഇങ്ങനെയുണ്ട് എന്ന് എനിക്ക് സ്തോത്രം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ആദ്യത്തെ ആ ഭാഗം നമ്മളൊന്ന് നോക്കുകയാണ്. സ്തോത്രം. ബർന്നബാസ് ഒരു നല്ല മനുഷ്യൻ. ബർന്നബാസ് അവൻ നല്ല മനുഷ്യൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നല്ല മനുഷ്യൻ. നഴ്സറി ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ പോലെ എന്തൊക്കെയോ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാൻ വന്നിരിക്കുകയല്ല. വചനത്തിൽ നിങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട് എന്ന് എനിക്കറിയാം. നമ്മളാരും മോശം ആൾക്കാരുമല്ല. പക്ഷെ കർത്താവ് പ്രാർത്ഥനയിൽ എളിയവനോട് സംസാരിച്ചത് എന്റെ പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കാതിരിക്കാനും നിവർത്തിയില്ല. നമ്മൾ ആരായിരിക്കണം? നല്ല മനുഷ്യരായിരിക്കണം. ഈ പ്രസംഗിക്കുന്നവരെല്ലാം നല്ല മനുഷ്യരാകണമെന്നില്ല. നല്ല മനുഷ്യരെല്ലാം പ്രസംഗിക്കണമെന്നുമില്ല. മനസ്സിലായി? നല്ല മനുഷ്യരെല്ലാം പ്രസംഗിക്കുന്നവരായിരിക്കണമെന്നില്ല. പ്രസംഗിക്കുന്നവരെല്ലാം നല്ല മനുഷ്യരായിരിക്കണമെന്നുമില്ല. പാടുന്നവരെല്ലാം നല്ല മനുഷ്യരായിരിക്കണമെന്നില്ല. നല്ല മനുഷ്യരെല്ലാം പാടുന്നൊന്നുമില്ല. പ്രാർത്ഥിക്കുന്നവരെല്ലാം നല്ല മനുഷ്യരാകണമെന്നില്ല. നല്ല മനുഷ്യരെല്ലാം അമ്മേ പ്രാർത്ഥിക്കണമെന്നുമില്ല. ശരിയല്ലേ? എത്രയോ നല്ല മനുഷ്യരുണ്ട്. നമ്മുടെ സത്യദൈവത്തെ അറിയാത്ത ഇതര മതവിശ്വാസികളായ എത്രയോ നല്ല ആളുകളുണ്ട്. വ്യത്യസ്തമായ തൊഴിലിടങ്ങളിൽ ജോലി എടുത്തിട്ടുള്ളവരായ എന്റെ മുമ്പിൽ ഇരിക്കുന്നവരൊക്കെ നമ്മൾ എത്രയോ നല്ല മനുഷ്യരെ ജീവിതത്തിന്റെ വിവിധ അനുഭവങ്ങളിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്, ഇല്ലേ? അവരെല്ലാം പ്രാർത്ഥിക്കുന്നവരോ സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും നാം പറയുന്ന പോലെ ആരാധിക്കുന്നവരോ ആയിരിക്കണമെന്ന് ഇല്ല. പക്ഷേ ദൈവം തമ്പുരാൻ ഒരു നിർബന്ധമുണ്ടെന്നാണ് വചനം പഠിക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ നല്ല മനുഷ്യർ ആയിരിക്കണമെന്നുള്ളത്. തൻ്റെ മക്കൾ നല്ല മനുഷ്യരായിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്തോത്രം. നമുക്ക് ഏതായാലും വചനഭാഗങ്ങളൊന്ന് ധ്യാനിച്ച് ചിന്തിച്ച് ആ ഭാഗങ്ങളൊന്ന് പഠിക്കാം. സ്തോത്രം. ബർന്നബാസിനെ കുറിച്ച് പറയുന്നു, നല്ല മനുഷ്യൻ. ദൈവം സഭയെ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചോ ഇന്ന് ആളുകൾ അതിനെ മറ്റൊന്നാക്കി മാറ്റിക്കളഞ്ഞു. ദൈവം സഭയെ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചോ
അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റെന്തൊക്കെയോ ആയി സഭയെ മാറ്റിക്കളഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും മറക്കരുത്. ക്രിസ്തുവിനോട് കൂടെ നമുക്ക് നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ നമ്മളെ ചേർത്ത് നിർത്താത്തതെല്ലാം ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയേ മതിയാവുകയുള്ളൂ. ക്രിസ്തുവിനോട് കൂടെ നമുക്ക് നടക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ ക്രിസ്തുവിനോട് നമ്മളെ ചേർത്ത് നടത്താത്തതെല്ലാം നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയേ മതിയാവുകയുള്ളൂ. ഒഴിവാക്കുവാൻ നമുക്ക് മനസ്സില്ലാത്തത് ക്രിസ്തുവിൽ നിന്ന് നാം പോലും അറിയാതെ നാം ഒഴിഞ്ഞു പോകുന്നതിന് കാരണമാകും. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ഒഴിവാക്കുവാൻ നമുക്ക് മനസ്സില്ലാത്ത കാര്യങ്ങൾ ക്രിസ്തുവിൽ നിന്ന് നാം പോലും അറിയാതെ നാം ഒഴിഞ്ഞു മാറി പോകുന്നതിന് കാരണമാകുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. സ്തോത്രം. യുവജനങ്ങളുടെയും കുട്ടികളുടെയും ഇടയിലൊക്കെ കുടുംബാരോഗ്യ രംഗത്തൊക്കെ പ്രവർത്തിക്കാനായിട്ട് കർത്താവ് ഒരു കൊച്ചു അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ മുമ്പിൽ വന്നുപെടുന്ന പല കേസുകളും ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും പ്രാർത്ഥനാപൂർവം സമീപിക്കുമ്പോൾ ഭയപ്പാടൊരു ഭാഗത്തുള്ളപ്പോൾ തന്നെ കർത്താവിന്റെ വചനത്തിലൂടെ നോക്കിക്കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എനിക്കും നിങ്ങൾക്കും മുൻപിൽ കാലങ്ങൾ അധികമില്ല. ഒന്ന്, നമ്മുടെ മരണത്തിന്. രണ്ട്, കർത്താവിന്റെ വരവിന്. രണ്ട് കാര്യങ്ങൾ സുനിശ്ചയമാണ്. ഒന്ന് നമ്മുടെ മരണം, രണ്ട് കർത്താവിന്റെ വരവ്. ഏത് നിമിഷവും അത് സംഭവിക്കപ്പെടാം. എപ്പോൾ അത് സംഭവിക്കപ്പെട്ടാലും നാം കർത്താവിനോടൊപ്പം ആയിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധപൂർവമായ ഒരു കാര്യമായിട്ട് ഞാൻ എൻ്റെ പ്രിയരോട് പറയുകയാണ്. നമുക്ക് അന്യഭാഷകളുണ്ട്, പ്രവചനങ്ങളുണ്ട്, രോഗശാന്തിയുണ്ട്, അന്ധകാരങ്ങളെ ശാസിക്കുന്നുണ്ട്, കെട്ടുകൾ പൊട്ടിക്കുന്നുണ്ട്, മുഖങ്ങൾ ഉടയ്ക്കുന്നുണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ ഒരു 10 ഞായറാഴ്ച കൂടി വരുമ്പോൾ എല്ലാം കൂടി ഒരു 450-500 പേര് ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിലും കൂടി വരുന്നുണ്ട്. അങ്ങനെ ഒരു കൊച്ചു സഭയുടെ പാസ്റ്റർ എളിയവനും. സ്തോത്രം. എന്താ നമുക്കൊക്കെ സംഭവിക്കുന്നത്? എന്താ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നത്? പ്രസംഗമില്ലാഞ്ഞിട്ടാണോ? ഉപവാസമില്ലാഞ്ഞിട്ടാണോ? പ്രാർത്ഥനയില്ലാഞ്ഞിട്ടാണോ? നമുക്ക് നല്ല അഭിഷക്തന്മാരില്ലാഞ്ഞിട്ടാണോ? ആത്മീയ ആരാധന ഇല്ലാഞ്ഞിട്ടാണോ? സഭായങ്ങൾ മുടങ്ങാതെ നടക്കപ്പെടാത്തത് കൊണ്ടാണോ? എന്താ നമ്മുടെ ഇടയിൽ സംഭവിക്കപ്പെടുന്നത്? ഒരു കാലത്ത് പെന്തക്കോസ്തിനകത്ത് കേട്ടുകേൾവി ഇല്ലായിരുന്നത് പലതും പലയിടങ്ങളിലും ഇന്ന് സുലഭമായ കാഴ്ചയായി മാറിയിരിക്കുന്നു, കേൾവിയായി തീർന്നിരിക്കുന്നു എന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് കണ്ണടച്ച് നിഷേധിക്കാൻ കഴിയാത്ത സത്യമാണ്. ഞങ്ങൾക്കൊരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ട്. സ്തോത്രം. പാസ്റ്റേഴ്സിന്റെ ഒരു പ്രെയർ ഗ്രൂപ്പ്. അതിനകത്ത് ഞങ്ങളുടെ അറിവിൽപ്പെട്ട ഏകദേശം 67ഓളം പാസ്റ്റർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ക്യാൻസർ പേഷ്യൻസ്. നമ്മുടെ 14 ജില്ലകളിൽ അതിൽ കൂടുതൽ ദൈവദാസന്മാരുണ്ട്. ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽ ഏകദേശം 67ഓളം ദൈവദാസന്മാർ ക്യാൻസർ രോഗികളായി ഭാരപ്പെടുന്നുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്നുണ്ട്. സ്തോത്രം. ഒട്ടനവധി ഇങ്ങനെ എടുത്തു പറയാൻ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകാതെ, ഇനിയും ചൂണ്ടിക്കാണിക്കാൻ കുറേയേറെ സംഭവങ്ങളുണ്ട്. അതിലേക്കൊന്നും പോകാതെ ഈ ഏറ്റവും അടുത്ത സമയത്ത് വന്ന സംഭവങ്ങളൊന്നും ചൂണ്ടിക്കാണിച്ച് ഞാൻ എൻ്റെ പ്രിയരെ വചനത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ്. ശ്രദ്ധിക്കൂ പ്രിയരെ, എന്താണ് നമ്മുടെ ഇടയിൽ സംഭവിക്കപ്പെടുന്നത്? നമ്മുടെ ഇടയിൽ എന്തോ ഒന്നും നടക്കുന്നുണ്ടെന്നുള്ളത് നിശ്ചയമാണ്. നമ്മുടെ കൈയടികൾക്കും പ്രാർത്ഥനകൾക്കും ആരാധനകൾക്കും സഭായോഗങ്ങൾക്കും അപ്പുറം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, ജീവിതത്തിൽ, കുഞ്ഞുങ്ങളിൽ, നമ്മിലൊക്കെ ദൈവം ഇഷ്ടപ്പെടാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നിശ്ചേതാത്മക സത്യമാണ്. സ്തോത്രം. കണ്ണടച്ചാൽ, ഞാനിപ്പോൾ കണ്ണടച്ചാൽ എനിക്ക് മാത്രമേ ഇരുട്ടുള്ളൂ, നിങ്ങൾക്ക് ആർക്കും ആ ഇരുട്ടില്ല. സ്തോത്രം. പണ്ടുള്ളവർ ഇങ്ങനെ പറയും, കണ്ണടച്ചിരുട്ടാക്കരുതെന്ന്. അതുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടി തമസ്കരിക്കാൻ കഴിയാത്ത, തിരസ്കരിക്കാൻ കഴിയാത്ത ചില സത്യങ്ങളിലേക്ക് ദൈവവചനത്തിലൂടെ ഒന്ന് വിരൽ ചൂണ്ടി നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതം, പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്, നോർമൽ ക്രിസ്ത്യൻ ലൈഫ്, അതെങ്ങനെ ആയിരിക്കണം,
ആയി തീരണം എന്നുള്ളതിലേക്ക് ഞാൻ എൻ്റെ പ്രിയരുടെ ശ്രദ്ധയും ചിന്തയും ആത്മ നടത്തിപ്പിലേക്ക് ഒന്ന് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. എന്നെ നടത്തിയ 2 അഭിഷക്തന്മാരും എന്നോട് പറഞ്ഞിട്ടുള്ളത്, സ്തോത്രം മോനെ, കർത്താവ് നമ്മളോട് പറയുന്നത്, ഷിബു നിന്റെ പ്രസംഗം അറിയുന്നു. തമ്പിച്ചാൻ കൂടെ കൂടെ പറയുമായിരുന്നു, തമ്പി ഞാൻ നിന്റെ പ്രസംഗം അറിയുന്നു എന്നല്ല കർത്താവ് എന്നോട് പറയാൻ പോകുന്നത്. പൗലോസ് മിക്കവാറും പറയുമായിരുന്നു, പൗലോസെ ഞാൻ നിന്റെ പ്രസംഗം അറിയുന്നു എന്നല്ല കർത്താവ് പറയാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകത്തിലെ സഭകളോടെല്ലാം ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ് മക്കളെ? അമ്മമാര് പറയാതിരുന്നാൽ എനിക്ക് സന്തോഷമാണ്. എന്താ? ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ പ്രസംഗം അറിയുന്നു എന്നല്ല പറയുന്നത്. ഞാൻ നിന്റെ വേഷവിധാനം അറിയുന്നു എന്നല്ല പറയുന്നത്. ഞാൻ നീ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ കോൺഫറൻസുകളിൽ, സുവിശേഷ യോഗങ്ങളിൽ, ഉപവാസ പ്രാർത്ഥനകളിൽ, സഭായോഗങ്ങളിൽ പ്രസംഗിച്ചത് ഒന്നും അറിയുന്നു എന്നല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതിനകത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും, ഈ മൈക്കും പിടിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എളിയവന്റെയും പ്രവൃത്തി അറിയുന്ന ഒരു ദൈവമുണ്ട്. ഈ ലോകത്തിലെ ഏത് കണ്ണുകളെയും നമുക്ക് മൂടാം, ഏത് കണ്ണുകളെയും നമുക്ക് മറയ്ക്കാം, ഏത് കണ്ണുകളെയും ഒളിച്ചു പാത്ത് സഞ്ചരിക്കാം. എന്നാൽ അഗ്നി ജ്വാലയ്ക്കത്തൊരു കണ്ണുണ്ട്. ഹൃദയങ്ങളെ, അന്തരീന്ദ്രിയങ്ങളെ വരെ ശോധന ചെയ്ത് ആരാഞ്ഞറിയുന്ന വചനത്തിന്റെ ഉടമസ്ഥന്റെ കണ്ണുകൾക്ക് മുൻപിൽ എനിക്കോ നിങ്ങൾക്കോ ഒരു മറവില്ലാത്തത് കൊണ്ട് പകലോ രാവൊന്നും വ്യത്യാസമില്ലാതെ എന്റെയും നിങ്ങളുടെയും ചിന്തനങ്ങളും വിചിന്തനങ്ങളും ഹൃദയത്തിന്റെ നിരൂപണങ്ങളും അന്തരീന്ദ്രിയങ്ങളെയും അന്തരംഗത്തിലെ നിരൂപണങ്ങളെയും ഒക്കെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന, ആരാഞ്ഞറിയുന്ന ഒരു സർവശക്തന്റെ മുൻപിലാണ് നാം ഇന്ന് പകൽ ഇരിക്കുന്നുള്ള ബോധ്യത്തിൽ ആ കരങ്ങളൊന്ന് ചേർത്ത് തട്ടി ഒരു നിമിഷം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് അബ്ബായെ, എളിയദാസൻ ഈ ദൈവമക്കൾ ഒരുമിച്ച് ദൈവസന്നിധിയോട് അടുക്കുന്നു. പ്രിയപ്പെട്ട ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ്. എളിയദാസൻ സ്വയത്തിൽ നിന്നൊന്നും പറയാതെ, ഇവിടെ പ്രയോജനരഹിതമായ ഒരു വാക്കുപോലും ഉരുവിടപ്പെടാതെ ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് ഈ ദൈവമക്കൾ നയിക്കപ്പെടത്തക്കവണ്ണം അടിയൻ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവനാകയാ ഉപ്പിനാൽ രുചി വരുത്തുന്നതും കൃപയോടുകൂടിയതുമായ വാക്കുകൾ സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ പോലെ നാവിനെ ഉപയോഗിച്ച് വായിൽ തന്ന് നാവിൽ തന്ന് തമ്പുരാൻ അനുഗ്രഹിക്കും. കൃപയിൽ ശരണപ്പെടുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വീണ്ടും വരുന്നു. അവൻ ആരായിരുന്നു? നല്ല മനുഷ്യനും. മതി, നല്ല മനുഷ്യൻ. നമ്മൾ പ്രകൃതിയിൽ കാണുന്ന 2 ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, 2 രൂപാന്തരമുണ്ട്. പ്രകൃതിയിൽ കാണുന്ന 2 രൂപാന്തരങ്ങൾ. ഒന്ന് പുഴു. എന്താകും മക്കളെ? പ്യൂപ്പ, കൊക്കൂണൊക്കെ പൊട്ടിച്ച് എന്തായിട്ട് മാറും? ബട്ടർഫ്ലൈ, പൂമ്പാറ്റിയായിട്ട് മാറും. പുഴു എന്തായിട്ട് മാറുന്നു? പൂമ്പാറ്റിയായിട്ട്, ചിത്രശലഭമായിട്ട് മാറുന്നു. ഈ പ്രായമുള്ളവർക്കറിയാം വാൽമാക്രി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വാൽമാക്രി അതെന്തായിട്ട് മാറും? തവളയായിട്ട് മാറും. തവള വാൽമാക്രി തവളയായിട്ട് മാറുന്നു. പുഴു എന്തായിട്ട് മാറുന്നു? പൂമ്പാറ്റയായിട്ട് മാറുന്നു. ഞാൻ കഴിഞ്ഞ 18ഓളം വർഷമാകുന്നു വെള്ളടയിൽ വന്നിട്ട്. അതിനു മുമ്പ് റാന്നിയിലായിരുന്നു. റാന്നിയിലും വെള്ളടയിലും ഇത്ര നാളായിട്ട് ഞാൻ കണ്ടിട്ടില്ല ശലഭം തിരിച്ച് പുഴുവാകുന്നത്. ഒരു ബട്ടർഫ്ലൈ തിരിച്ച് പുഴുവാകുന്നത് അതിന്റെ ആ പഴയ പ്യൂപ്പയുടെ കൊക്കൂണിന്റെ സ്ഥിതിയിലേക്ക്, പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിപ്പോകുന്നത് കണ്ടിട്ടില്ല. ഒരു തവളയും ഇന്ന് വരെ വാൽമാക്രി ആകുന്നത് എളിയവൻ കണ്ടിട്ടില്ല. ഈ സ്ഥലം പാളയല്ലേ? അതോ പാളയം ഭാഗത്ത് തിരുവനന്തപുരം ടൗണിലെങ്ങനെ അങ്ങനെയാണോ ഉണ്ടോ? നിങ്ങളൊക്കെ ജനിച്ചുള്ള സ്ഥലങ്ങൾ എങ്ങനെയാണോ ഉണ്ടോ? അപ്പൊ എന്റെ ചോദ്യം, പിന്നെ നമ്മുടെ ഈ പാസ്റ്റർമാർക്കും വിശ്വാസികൾക്കൊക്കെ എന്നാ സംഭവിക്കുന്നത്? ഹലോ, പ്രകൃതിയിലെ പ്രതിഭാസമാണ്, രൂപാന്തരമാണ് പുഴു പൂമ്പാറ്റയാകുന്നതും വാൽമാക്രി തവളയാകുന്നതും. തിരിച്ചത് അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് ഒരിക്കൽ പോലും വരുന്നില്ലെങ്കിൽ ദൈവദത്തമായ, പ്രകൃതിദത്തമായ ആ രൂപാന്തരത്തിന്
ദൈവം വെച്ച വ്യവസ്ഥിതിക്ക് ഒരു മാറ്റം വരുന്നില്ലെങ്കിൽ എന്റെ ചോദ്യം, എന്നെ പോലെയുള്ള പാസ്റ്റർമാർക്ക്, എന്റെ വർഗത്തിന്, നമ്മുടെ വിശ്വാസ സമൂഹത്തിന് എന്താണ് സംഭവിക്കുന്നത്? ആത്മീകന് അനാത്മീകനാകാൻ കഴിയുമോ? വിശുദ്ധന് അശുദ്ധനാകാൻ കഴിയുമോ? വിശുദ്ധൻ അശുദ്ധനാകാൻ കഴിയുമോ? കഴിയത്തില്ല. ആത്മീകൻ അനാത്മീകനാകാൻ കഴിയുമോ? ആത്മീകനാണ് കഴിയത്തില്ല. വിശുദ്ധനാണ് ഒരിക്കലും അവൻ അശുദ്ധനാകാൻ കഴിയത്തില്ല. കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ ആരാണ്? പുതിയ സൃഷ്ടിയാണ്. അത് വളരെ തിയോളജിക്കലായി, ബിബ്ലിക്കലായി, ദൈവശാസ്ത്രപരമായി അപ്പോസ്തലൻ ശ്ലീഹ പൗലോസ് അത് തെളിയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ എഴുത്തുകളിൽ റോമാലേഖനം, കൊലോസ്യ ലേഖനം, എഫെസ്യ ലേഖനം ഒക്കെ പഠിക്കുന്ന ഏതൊരാൾക്കും വളരെ കൃത്യതയോടെ പഠിച്ചെടുക്കാൻ കഴിയുന്ന ഭാഗങ്ങളാണത്. ഒരുവൻ ക്രിസ്തുവിലായാൽ ആരാണത്? പുതിയ സൃഷ്ടിയാണ്. റാന്നി സെയിന്റ് തോമസ് കോളേജിലായിരുന്നു എൻ്റെ കോളേജ് വിദ്യാഭ്യാസം, PDCയും ഡിഗ്രിയും ഒക്കെ. സ്തോത്രം. അന്ന് ഞങ്ങള് ഒരു യുവജന വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടൊക്കെ നടന്ന ഒരു സമയമുണ്ട്. പെന്തക്കോസ് ചർച്ചിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എങ്കിലും രാഷ്ട്രീയത്തോട് ഇച്ചിരി മമതയുണ്ടായിരുന്നത് കൊണ്ട്, ഒന്ന് രണ്ട് ഉപദേശിമാരുടെ മക്കളൊക്കെ അതിനകത്തുള്ളത് കൊണ്ട് ഞാനും അറിയാതെ അതിന്റെ ഒരു ഭാഗമായിട്ട് മാറ്റപ്പെട്ടു. ചോരച്ചാലുകൾ നീന്തിക്കയറിയ തുക്കുമരങ്ങളിൽ ഊഞ്ഞാലോടിയ ധീരന്മാരുടെ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് നടന്നു ഒരു കാലമുണ്ട്. സ്തോത്രം. പക്ഷെ അപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ എനിക്ക് പിന്നിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് പകൽ ഇവിടെ നിൽക്കാനായിട്ട് കഴിയുന്നു. ഞാൻ പറയാൻ വന്നത്, അങ്ങനെ നടന്നൊരു കാലമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ICPFന്റെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാനായിട്ട് ഒരു അവസരം തന്നു. സ്തോത്രം. ജോഷുവ സാറിന്റെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസുകൾ അന്ന് അവിടെ വെച്ച് കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിച്ചു. ആ സമയത്താണ് റാന്നിയിലേക്ക് ഞങ്ങളുടെ ചർച്ചിൽ പ്രസംഗത്തിനായി വരുന്നത്. തന്റെ മിഷൻ അനുഭവങ്ങള് വയൽ പ്രദേശത്ത്, രാമേശ്വരത്ത്, മറ്റ് പലയിടങ്ങളിൽ ചെന്നപ്പോഴുണ്ടായ കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് ഓരോന്ന് കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ളിൽ ഒരു വിളി എനിക്ക് ഉണ്ടായി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സമർപ്പിക്കപ്പെട്ട ആ സമർപ്പണത്തിലേക്ക് സ്റ്റെപ്പുകൾ വെക്കാൻ ഒരു ഉൾവിളി ഉണ്ടായി കർത്താവിന്റെ വേലയ്ക്കായിട്ട്. അന്ന് ഇറങ്ങിത്തിരിച്ച നാൾ മുതൽ ഇന്നുവരെ മുഷ്ടി പൊങ്ങിയിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ രോമം എഴുന്നേറ്റ് വരാറില്ല, രോമാഞ്ചം കൊള്ളാറില്ല. പല പരിപാടികളും കാണാറുണ്ട്, പല പരിപാടികളും കേൾക്കാറുണ്ട്, വാർത്തകൾ വായിക്കാറുണ്ട്, ഒന്നും തോന്നാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിവിശുദ്ധനാണെന്നല്ല. ഒരു കാലത്ത് ജീവൻ കളഞ്ഞു നിന്നൊരു കാര്യമാണ്. സ്തോത്രം. പലരും പറഞ്ഞ പോലെ വലിച്ചു, കുടിച്ചു, ഒരു കത്തി കൊണ്ട് 3 പേരെ കുത്തി, ആ കത്തി വലിച്ചെറിഞ്ഞപ്പോൾ 9 പേർക്ക് പരിക്കേറ്റു. അത്രയും സാക്ഷിയൊന്നും എനിക്ക് പറയാനില്ല. ആകെ കൂടെ ഒരു അവിഞ്ഞ സാക്ഷി എന്ന് പറയാൻ അല്പ രാഷ്ട്രീയത്തിന്റെ പുറകെ, അതും കോളേജ് പഠനകാലത്ത് പോയെന്നുള്ളത് ഒഴിച്ച് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇച്ചിരി അടിയും പിടിയൊക്കെ പോലീസുകാർ കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒഴിച്ച് വേറെ ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാൻ പറയാൻ വന്നത്, കർത്താവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ശേഷം എന്റെ ജീവനും ശ്വാസവുമായിരുന്ന കാര്യങ്ങൾ പലയിടങ്ങളിലും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളപ്പോൾ ഒരു രോമാഞ്ചം ഉണ്ടായിട്ടില്ല. ഏത് വാക്കാ ഉപയോഗിക്കണം എനിക്കറിയില്ല. സഭ്യമായ ഒരു വാക്കാതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മടന്തമണ്ണിൽ ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കാലഘട്ടം, ഞാൻ അത്തിക്കയം ചന്തയിലേക്ക് ഒരു സാധനം വാങ്ങാനായിട്ട് വരിക, ധൃതി പിടിച്ച്. ഞങ്ങളുടെ ഒരു അങ്കിളുണ്ട്, അദ്ദേഹം അത്തിക്കയം ടൗണിൽ ഒരു കൊച്ചു ബിസിനസ് ഒക്കെ നടത്തുകയാണ്. അപ്പം ഈ കത്തോലിക്ക പള്ളിയിലെ റാസ വരിക, റാസ എന്നല്ല പറയുന്നത്, ഇവിടെ എന്ത് പറയാൻ എനിക്കറിയില്ല, റാസ വരിക, വലിയ കൊടയും വടിയും പെരുന്നാൾ സംഭവമായിട്ട് എല്ലാം ഇങ്ങനെ വരിക. ഇങ്ങനെ വരുമ്പോൾ ബൈക്ക് വണ്ടി പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ സൈഡിലോട്ട് കടലോട് വണ്ടി ഒതുക്കി ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഞങ്ങൾ അങ്കിൾ എന്നോട് പറയല്ലേ, പാസ്റ്ററെ നോക്കിക്കേ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് വരുന്നുണ്ടോ പാസ്റ്ററെ, രോമാഞ്ചം കണ്ടോ പാസ്റ്ററെ? എന്തോന്നാ അവിടുത്തെ ഈ സംഭവം കൊണ്ട് പോയപ്പോ ഈ മണവും തിരിയും വെടിയും പടയും പുകയെല്ലാം കൂടെ കണ്ടപ്പോ എന്നാ വന്നു? ആത്മാവിലും സത്യത്തിലും അന്യഭാഷയിൽ കർത്താവിനെ ആരാധിക്കുന്ന, ഞായറാഴ്ചയിൽ സമയമുള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് 5-10 മിനിറ്റ് പ്രബോധിപ്പിക്കുന്ന അങ്കിളിന് എന്നാ വന്നു? രോമാഞ്ചകഞ്ചുകം വന്നു. PMG ചർച്ചിൽ ആരും അങ്ങനെ ഇല്ലെന്ന് വിശ്വസിക്കുക. ഉള്ളത് വല്ലതും ഉണ്ടെങ്കിൽ വിട്ടുപോന്ന പാരമ്പര്യത്തിന്റെ ഏതെങ്കിലും നൂലാമാലകൾ എവിടെയെങ്കിലും കാണുകയും കേൾക്കുകയും ചെയ്യുമെങ്കിൽ, വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ, ബസ്സിൽ പോകുമ്പോൾ, ഇപ്പോഴും വല്ലടമൊക്കെ കാണുമ്പോൾ
പാസ്റ്ററിനെ സ്വാഗതം ചെയ്തപ്പോൾ ഞാൻ വണങ്ങിയതുപോലെ അവിടെ ഇവിടെയൊക്കെ വണങ്ങുന്നുണ്ടെങ്കിൽ, ഇങ്ങനൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, മാനസാന്തരം ശരിയായിട്ടില്ല. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളിൽ ഒരു സഭയോടൊഴിച്ച് ബാക്കി 6 സഭയോടും പരിശുദ്ധാത്മാവ് പറഞ്ഞത് നീ മാനസാന്തരപ്പെടുകയെന്ന. PMG ദൈവസഭയ്ക്കകത്തും ആത്മാവിൽ ദൈവിക ദൂത് വിളിച്ചു പറയുന്നു. മാനസാന്തരപ്പെടേണ്ട മേഖലകളിൽ കയ്യടിയുണ്ട്, സമ്മതിച്ചു, പ്രാർത്ഥനയുണ്ട്, അന്യഭാഷയുണ്ട്, ആത്മാവിൽ ആരാധിക്കുന്നുണ്ട്, പ്രബോധിപ്പിക്കുന്നുണ്ട്, വേണ്ടി വന്നാൽ ഇച്ചിരി പ്രവചിക്കുകയും ചെയ്യും. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു മാനസാന്തരപ്പെടേണ്ട മേഖലകൾ ജീവിതത്തിൽ ഇന്നും കിടപ്പുണ്ട്. Praise God. ശരിയായ മാനസാന്തരം വിട്ടുപോകുന്നതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതില്ല. പലരും പറയണം ആത്മീകന് അനാത്മീകനാകാൻ കഴിയുമോ? ഇപ്പോഴത്തെ ആൾക്കാർ പറയും ആകാൻ പറ്റുമെന്ന്. ഞാൻ പറയും പറ്റത്തില്ല. അങ്ങനെ ആയിരുന്നാൽ ജോസഫ് പോത്തിഫറിന്റെ ഭാര്യ കടന്നു പിടിച്ചപ്പോൾ പാപം ചെയ്യണമായിരുന്നല്ലോ. വിശുദ്ധൻ അശുദ്ധനാകാൻ കഴിയുമെന്ന് ചോദിക്കും. പലരും പറയും പറ്റുമെന്ന്. ഞാൻ പറയുന്നു പറ്റത്തില്ല. പറ്റുമെങ്കിൽ പിന്നെ എന്തിനാ ഈ പുസ്തകം കൊണ്ട് നമ്മൾ നടക്കുന്നേ? വിശുദ്ധൻ ഒരിക്കലും അശുദ്ധനാകാൻ കഴിയത്തില്ല. അശുദ്ധൻ അശുദ്ധനാകാൻ കഴിയും. അനാത്മീകൻ അനാത്മീകനാകാൻ കഴിയും. പ്രൈസ് ഗോഡ്. നിങ്ങൾ എന്നോട് യോജിക്കുമെന്നറിയില്ല. പക്ഷേ ഉച്ച കഴിഞ്ഞ് അല്പസമയം ഇവിടെ വിശ്രമത്തിന് വൈകിട്ട് പ്രസംഗിക്കണമെങ്കിൽ ഞാൻ ഉണ്ടാകും. നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, കർത്താവ് തന്ന കൃപയ്ക്കൊത്തവണ്ണം ഞാൻ പ്രസംഗിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് നിവാരണം വരുത്തുവാൻ ഞാൻ മതിയായവനാണ്, ഞാൻ ബാധ്യസ്ഥനാണ്. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയരോട് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാര ഇത്രയേ ഉള്ളൂ. എങ്ങനെയെങ്കിലുമൊക്കെ പോകാനല്ല കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ആരാണ്? വചനം പഠിപ്പിക്കുന്നു, കണ്ടാലും സകലതും എന്തായി മാറിയിരിക്കുന്നു? പുതുതായി തീർന്നിരിക്കുന്നു. പഴയത് കഴിഞ്ഞുപോയി. ഇനി പൗലോസിന്റെ മറ്റൊരു പ്രസ്താവന, പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ, ഈ വചനങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാതെ, പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തിയോടുകൂടെ എന്ത് ചെയ്തു? അപ്പൊ എന്റെ ചോദ്യം, വിശുദ്ധൻ അശുദ്ധനാകാൻ പറ്റുമോ? അപ്പം പള്ളി വന്നിട്ടും ഏതാണ്ടൊക്കെ മാറാത്തത് കൈ കിടപ്പുണ്ട്. ചർച്ചിൽ വന്നിട്ടും ഏതാണ്ടൊക്കെ മാറാത്തതുണ്ട്. അതുകൊണ്ട് ആ ഒരു അവസരം വന്നപ്പോൾ വേഗം അതിലേക്ക് ഞങ്ങൾക്കൊരു അപ്പച്ചായ ഉണ്ടായിരുന്നു. 98-ാം വയസ്സിലാണ് നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടത്. നമ്മുടെ VS അച്യുതാനന്ദൻ എടുത്ത ടൈപ്പ് ജുബയായിരുന്നു അപ്പച്ചൻ ചർച്ചിൽ ഇട്ടുകൊണ്ട് വരുന്നത്. സ്തോത്രം. ഞായറാഴ്ച ഞങ്ങളുടെ മാതൃസഭയില്, എന്റെ മാതൃസഭ ക്രിസ്തീയ ഗോളത്തിൽ വളരെ പ്രസിദ്ധനായ പാസ്റ്റർ പ്രിൻസ് തോമസിന്റെ സഭയാണ് എന്റെ പ്രാദേശിക സഭ. ക്രിസ്തുവിൽ എന്റെ ജ്യേഷ്ഠ സഹോദരനും എന്റെ പാസ്റ്ററും ഒക്കെയാണ് അദ്ദേഹം. സ്തോത്രം. അതാണ് എന്റെ മാതൃസഭ. സ്തോത്രം. ആരാധിക്കും, ഭയങ്കര ആരാധനയുള്ള ഒരു ചർച്ച. ഞങ്ങളൊക്കെ നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഒക്കെ. അപ്പൊ ഞങ്ങളുടെ അപ്പച്ച എപ്പോഴും ഇങ്ങനെ ജുബയുടെ പോക്കറ്റിൽ പിടിച്ച് ഭയങ്കരമായിട്ട് തുള്ളിച്ചാടും. പക്ഷേ ഒരു കൈ ജുബയുടെ പോക്കറ്റിലിരിക്കും. പ്രാവശ്യം പ്രിൻസിപ്പാൾ പപ്പ, അദ്ദേഹം എക്സ് മിലിറ്ററി, സ്തോത്രം, ജാനബാഹോ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ചോദിച്ചു പറഞ്ഞു പ്രിൻസിപ്പാൾസ് പപ്പായ്ക്ക പ്രായമുള്ള ആളാണ്. പക്ഷെ പാസ്റ്റ് എന്ന നിലയിൽ ബഹുമാനം കൊടുത്ത് കുഞ്ഞുവൻച എന്നാ വിളിക്കുന്നത്. കുഞ്ഞുവൻച, അത് ഇച്ചിരി ചില്ലറ പോക്കറ്റിൽ കിടക്കുമെന്ന് പറഞ്ഞു. ഇച്ചിരി ചില്ലറ. പണ്ട് കാലമല്ല സ്തോത്രാശിടാനൊക്കെ ഇന്നത്തെ പോലെ വലിയ നോട്ട് കെട്ടുന്നുള്ള കാലമല്ല. സ്തോത്രം. ഇച്ചിരി ചില്ലറയുണ്ട്, ഇച്ചിരി തുട്ട് കിടപ്പുണ്ട്. അപ്പൊ അത് പോകാതിരിക്കാൻ എന്തോ ചെയ്യുന്ന ഇരിപ്പുണ്ട്. കാരണം എന്നാ? പോക്കറ്റ് എന്നാ കിടപ്പുണ്ട്. അപ്പൊ ഈ പിടിക്കുന്നത് എന്തിനാ പിടിക്കുന്നേ? തുട്ടു പോകാതിരിക്കാൻ, ചില്ലറ പോകാതിരിക്കാൻ. വല്ല ചില്ലറകൾ നമ്മുടെ കയ്യിലുണ്ട്. പിടിവിടാതെ മുറുക്കെ പിടിച്ചിരിക്കുന്ന വല്ല ചില്ലറകൾ നമ്മുടെ കയ്യിലുണ്ടോ? എന്റെ ഒരു സ്നേഹിതന് കുമളിക്കടുത്ത് ചേറ്റുകുഴി എന്ന സ്ഥലത്ത് ഏലത്തോട്ടം. അപ്പൊ ഈ ഏലത്തോട്ടം നശിപ്പിക്കുന്ന കുരങ്ങന്മാരുണ്ട്. അപ്പൊ ഈ കുരങ്ങിനെ പിടിക്കാനായിട്ട് ഇവര് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇപ്പം കുറച്ച് വേറെ ചൈനയിൽ പോയി ഇവിടെ പുള്ളി ചൈന കുറെ ഈ റബ്ബർ പാമ്പിനെയൊക്കെ വരുത്തിയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് വിജയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഞാൻ ഈ പറയുന്നത്, ഈ കരിക്ക് വെട്ടി വെള്ളം കുടിച്ചിട്ട് ഒരു കൊച്ചു കഷ്ണം ചക്കര, ചെറുക്കെങ്കിലൊക്കെ അറിയാതിരിക്കാം, കൊച്ചു കഷ്ണം ചക്കര ഈ കരിക്കിന്റെ അകത്തിട്ട് വെച്ചേക്കും. എന്നിട്ട് ഏലത്തിന്റെ മൂട്ടിൽ ഇത് കൊണ്ടുവെക്കും, അവിടെ ഇവിടങ്ങളിലായിട്ട് വെക്കും. എന്നിട്ട് ജോലിക്കാർ വലിയ പത്തലുമായിട്ട്
കാത്തു നിൽക്കും. ഇവൻ വരും, കാണും, ഈ കരിക്കിനകത്തോട്ട് കൈയിടും, ചക്കരെ പിടിക്കും. അപ്പോഴത്തേക്ക് ഇവർ നോക്കിയിരിക്കുക, പത്തലുമായിട്ട് വന്ന് അടി തുടങ്ങും. അടി, ഒരു കൈ ഇതിനകത്ത് കിടക്കുകയല്ലേ, ഓടാൻ പറ്റത്തില്ല. അടി കൊണ്ട് താഴെ വീഴുമ്പോഴും ഇവൻ ഇതിൽ മുന്നിരിക്കും. അതിനാ നമ്മുടെ ആൾക്കാർ പറയുന്നൊരു പദം മർക്കടമുഷ്ടി. മർക്കടം എന്ന് പറഞ്ഞാൽ ആരാ? കുരങ്ങ്. മർക്കടമുഷ്ടി എന്ന് പറയുന്നത് ഇതിനാ. പിടിച്ചാ പിന്നെ ഇവൻ എന്ത് ചെയ്യത്തില്ല, ജീവൻ പോയാലും എന്ത് ചെയ്യത്തില്ല. പുള്ളി ഈ ചക്കരയിലെ പിടിയങ്ങ് വിട്ടാൽ മതി, കൈ ഊരിയെടുക്കാം, ഈസി ആയിട്ട് കൈ ഇങ്ങി പോരും. ഈ മുഷ്ടി ചുരുട്ടി പിടിച്ചിരിക്കുന്നോണ്ട് പുറത്തു വരത്തില്ല. അങ്ങനെ കുരങ്ങിനെ തല്ലിക്കൊന്ന് ഏലത്തെ രക്ഷിച്ചിരുന്ന ഞങ്ങളുടെ സുഹൃത്ത് സാബുവിനെ ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഏക്കർ കണക്കിന് എസ്റ്റേറ്റ് അവിടെ ഉണ്ടായിരുന്നു. എന്റെ പ്രിയരെ, ഇതുപോലെ ചില ആളുകൾ ചിലതെ കയറി അങ്ങ് പിടിക്കും. പിടിച്ചാ പിന്നെ പിടി. ഒന്ന് ക്ഷമ പറ, ഒരു സോറി പറ. സ്നാനപ്പെട്ടതല്ലേ, മാനസാന്തരപ്പെട്ടതല്ലേ, കർത്തൃമേശ എടുക്കുന്നില്ലേ? പിന്നെ ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്, ഞങ്ങളുടെ ചെമ്പൂര വിശ്വാസികളുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ ഒട്ടെങ്കിൽ മനസ്സാരപ്പെട്ടു. നമ്മളങ്ങനെ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു വരുന്നത്, അപ്പൊ ഒരാൾ സ്നാനപ്പെടുമ്പോൾ ഗലാത്യ ലേഖനം പഠിപ്പിക്കുന്നു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ആരെ ധരിച്ചിരിക്കുന്നു? അപ്പൊ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന ഒരാൾക്ക് പാപം ചെയ്യാൻ പറ്റുമോ? ഇനിയും പറ, വിശുദ്ധൻ അശുദ്ധനാകാൻ പറ്റുമോ? ഇല്ല. ഒരുത്തൻ വിശുദ്ധനെന്ന് പേർ പറയപ്പെട്ട ഒരുത്തൻ അശുദ്ധിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ജീവിതത്തിൽ ഇതുപോലെ പിടിവിടാതെ മുറുകെ പിടിച്ച എന്തോ സംതിങ് കയ്യിലുണ്ടായിരുന്നെന്ന് അതിന്റെ അർത്ഥം. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ എന്നോട് യോജിക്കുകയോ യോജിക്കാതിരിക്കുകയോ ചെയ്യാം, പക്ഷേ എന്റെ വചന പഠനങ്ങളും ശുശ്രൂഷയിലെ എക്സ്പീരിയൻസും എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണിത്. സ്തോത്രം. അപ്പം കർത്താവിനോട് ചേരണം. കർത്താവിനോട് ചേരുമ്പോൾ നമ്മൾ ആരായി മാറുകയാണ്? പുതിയ സൃഷ്ടിയായി മാറുക. ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക, രൂപാന്തരം സംഭവിക്കുക. ആ പഴയ മനുഷ്യനെ, പഴയ ഷിബുവിനെ ആ വെള്ളത്തിനകത്ത്, കല്ലറയ്ക്കകത്ത് അങ്ങ് കുഴിച്ചിടുക. എന്റെ മോള് സ്നാനപ്പെടാൻ നേരത്ത് MBBS ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. മിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഹെയർട്ട് ദൈവം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മിഷൻ ഫീൽഡിലേക്ക് പോകാനായിട്ട് പഠിച്ചിറങ്ങുമ്പോൾ സമർപ്പിക്കപ്പെട്ട് നിൽക്കുകയും ചെയ്യുക. സ്തോത്രം. ആയിക്കോട്ടെ, ദൈവം എന്തെങ്കിലും ചെയ്തോട്ടെ. അപ്പൊ അവളുടെ സ്നാനത്തിന് ഞാൻ അവളെ ഒരു മണവാട്ടിയെ പോലെ അണിയിച്ചൊരുക്കി. മണവാട്ടിയെ പോലെ അണിയിച്ചൊരുക്കി. അപ്പൊ എന്നാ അത് ദൈവം എനിക്കൊന്നൊരു വെളിപ്പാട്. ശിവപാസം ഒന്ന് ഉപദേശപ്പശ പറഞ്ഞു പോയത് പറയല്ലേ, വളരെ ഞാൻ പറഞ്ഞത് വളരെ വചനപരിജ്ഞാനം ഉള്ള ദൈവമക്കളാണ് നിങ്ങൾ, പഠിച്ചോണം. സ്നാനം എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ വിവാഹമല്ലേ? ആണ്ട്രാ കുഴഞ്ഞു. അപ്പൊ ചില പിള്ളേർ വിചാരിക്കുക, എന്റെ പാസ് ഞങ്ങൾക്ക് അങ്ങനെ പറ്റിയില്ലല്ലോ. നല്ല ഫ്രോക്കൊക്കെ ഇടിയിച്ച്, ഞമ്മളുടെ കല്യാണത്തിന് സാരി ഉടുത്തോണം, സ്നാനത്തിന് ഫ്രോക്ക് ഇടിയിക്കും. 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴായിരുന്നു സ്നാനം. അപ്പൊ കല്യാണത്തിന് സാരി ഉടുത്തോണം, സ്നാനത്തിന് ഫ്രോക്ക് ഇടിയിച്ചു. ഒരു കല്യാണ പെണ്ണിനെ പോലെ അണിയിച്ചൊരുക്കി സ്നാനപ്പെടുത്തി. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം എന്തിനാ? അവണ്ണം പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് വചനവിരുദ്ധമായ എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ എന്നെ വിടരുത്. സ്നാനം എന്ന് പറഞ്ഞാൽ അപ്പൊ ശരിക്കും എന്താ? ക്രിസ്തുവിനോട് ചേരുകയാണ്. മക്കളെ, ഇതിനകത്ത് സ്നാനപ്പെടാനിരിക്കുന്നവരുണ്ടെങ്കിൽ, ഇതുവരെ അവസരം കിട്ടിയിട്ട് സ്നാനപ്പെടാതെ ഒളിച്ചു നടക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് കേട്ടു പൊയ്ക്കോണം. ചർച്ചിൽ വന്നു പോയിട്ട് കാര്യമില്ല. ക്രിസ്തു എന്ന ആത്മ മണവാളനുമായി നമ്മുടെ വിവാഹം അത് നടക്കപ്പെടണം. സ്തോത്രം. അത് നടക്കപ്പെടാൻ സമയങ്ങൾ ആസന്നമായിക്കൊണ്ടിരിക്കുകയാണ്.
ക്രിസ്തുവിനോട് ചേരുന്ന ഒരു പ്രക്രിയയാണ് സ്നാനം എങ്കിൽ ആ പഴയ മനുഷ്യനെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞ് കളഞ്ഞ് ജലകല്ലറയിൽ അടക്കം ചെയ്ത് അതിനകത്തുനിന്ന് പുതിയ ഒരാൾ ഉയർത്തെഴുന്നേറ്റ് വരുന്ന പുതിയ അനുഭവത്തിൽ നമ്മൾ പൊങ്ങി വരുന്ന ഒരു പ്രക്രിയയാണ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് എങ്കിൽ എനിക്കും നിങ്ങൾക്ക് സ്വന്തം കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ വിശുദ്ധരാകാൻ കഴിയുകയില്ല. നമ്മുടെ ബലഹീനതകളിൽ നമ്മളെ സഹായിക്കുകയും തുണ നിൽക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ കൃപയും കർത്താവിന്റെ സാമീപ്യവും സാന്നിധ്യവും അനുനിമിഷവും ഒപ്പം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് ജയകരമായ ജീവിതത്തിലേക്ക് അനുനിമിഷവും പോയിക്കൊണ്ടിരിക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ക്രിസ്തുവിനോട് ചേരുന്നു, അടുത്ത ക്രിസ്തുവിനെ ധരിക്കുന്നു, ക്രിസ്തുവിനോട് ചേരുന്നു, ക്രിസ്തുവിനെ ധരിക്കുന്നു. സ്തോത്രം. ഞങ്ങളുടെ പെമ്പിള്ളാരെയൊക്കെ സ്നാനപ്പെടുത്താൻ കൊണ്ടുവരുമ്പോ എന്നെ രസമായിട്ടാ കൊണ്ടുവരുന്ന അറിയാമോ? സ്തോത്രം. വെള്ളയൊക്കെ ധരിച്ച് ചില സ്നാനപ്പെടാൻ നേരത്ത് പഴയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന കാണാം. സ്തോത്രം. ഞങ്ങളുടെ പിള്ളേർ സ്നാനപ്പെടാൻ പെമ്പിള്ളാർ വരും നല്ല പുതിയ വെള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ഇങ്ങോട്ട് വന്ന് ഇറങ്ങും. കളർ ഡ്രസ് ഒന്നുമല്ല, കയറുമ്പോഴും അതുപോലെ തന്നെ എന്നോ ഭംഗിയാ. മാലാഖമാര് കയറി ഇറങ്ങുന്ന പോലെ ഇരിക്കും. എന്നെ കേൾക്കുന്ന എന്റെ പിള്ളേരോട്, എന്റെ സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞു വരുന്നത്, സ്നാനം അതിന്റെ ഗൗരവം ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. പഴയ മനുഷ്യനെ നമ്മൾ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞ് കളഞ്ഞിട്ട് ആ സ്ഥാനത്തേക്ക് നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുകയാണ്. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന ഒരാൾ പാപം ചെയ്യണമെങ്കിൽ ജീവിതത്തിൽ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവനെ ഊരി വെക്കേണ്ടത് ആവശ്യമല്ലേ? എന്റെ വിഷയം വിട്ടു പോകുകയല്ല, വേഗം മടങ്ങി വരിക. അപ്പം പുഴുവിന് പൂമ്പാറ്റയാകാൻ പറ്റും, പൂമ്പാറ്റയ്ക്ക് എന്താകാൻ പറ്റില്ല? തവളയ്ക്ക് വാൽമാക്രിയാകാനായിട്ട്. അങ്ങനെയെങ്കിൽ ദൈവമക്കളായ എനിക്കും നിങ്ങൾക്കും, നല്ല മനുഷ്യരായി ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരിക്കൽ പോലും ആകാത്ത മനുഷ്യരായി ജീവിക്കാൻ, ആകാത്ത മനുഷ്യരായി പോകുന്നെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ചിന്തിക്കണം. എവിടെയോ ദൈവികമല്ലാത്ത ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും മാറാതെ കിടപ്പുണ്ട്. നമ്മുടെ അവയവങ്ങളോട് പോരാടുന്ന അനീതിയുടെ എന്തോ ഒന്ന് ഇപ്പോഴും അവശേഷിക്കുന്നു. ഇവണ്ണമുള്ള ഉപവാസങ്ങളും പ്രാർത്ഥനകളും ദൈവനീതിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിന് പര്യാപ്തമാകണം. റോമാലേഖനത്തിലെ അതിപ്രധാനമായ 3 പദങ്ങളാണ് നീതീകരണം, 2 ശുദ്ധീകരണം, 3 തേജസ്കരണം. ഗ്ലോറിഫിക്കേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. നീതീകരണം, ശുദ്ധീകരണം, തേജസ്കരണം. നീതീകരണം പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണെങ്കിൽ, ശുദ്ധീകരണം പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലാണ്. നീതീകരണം എന്ന് പറയുന്നത് പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. കുറ്റക്കാരായ എന്നെയും നിങ്ങളെയും ക്രിസ്തു മൂലം കുറ്റമില്ലാത്തവരായി രക്ഷിക്കപ്പെട്ട നാളിൽ പ്രഖ്യാപിക്കുന്ന ദൈവിക പരിപാടിയാണ് നീതീകരണം എന്ന് പറയുന്നത്. ശുദ്ധീകരണം എന്ന് പറയുന്നത് അനുദിന ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും അനിവാര്യമായ കാര്യമാണ്. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് മാത്രമേ ഞാനും നിങ്ങളും സ്വതന്ത്രരായിട്ടുള്ളൂ. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് ഞാനും നിങ്ങളും ഇതുവരെയും വിമോചിതരായിട്ടില്ല. ചിന്തകളും നോട്ടങ്ങളും ഇടപാടുകളും ഒക്കെ ചിലപ്പോൾ പാപത്തിന്റെ ശക്തിയെ നമ്മളിലേക്ക് ആവസിപ്പിക്കുന്ന നിലയിലുള്ളതാകും. പക്ഷേ അവിടെ എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടുവാൻ ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധ ഉപാധിയാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. ആയതിനാൽ പൗലോസ് പഠിപ്പിക്കുന്നു, ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. അങ്ങനെയെങ്കിൽ അനുദിന ജീവിതത്തിലെ ശുദ്ധീകരണം നമ്മളെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്നതും അടുത്ത പടി. അങ്ങനെ ചേർന്ന് നിൽക്കുന്നവരെ തേജസ്കരണം അഥവാ വിശുദ്ധീകരണം ദൈവത്തിങ്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതുമാണ്. എന്താണ് വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ഇങ്ങനെ പറയാം: ദൈവത്തിന്റെ സ്വഭാവത്തോടും
ദൈവത്തിന്റെ നീതിയോടും ഞാനും നിങ്ങളും താതാത്മ്യപ്പെടുന്ന അവസ്ഥയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ ഒടുവിലാണ് നമ്മൾ ആ ഭാഗം വായിക്കുന്നത്. ദൈവത്തിന്റെ നീതിയോട്, ദൈവത്തിന്റെ വിശുദ്ധിയോട് നമ്മൾ താതാത്മ്യപ്പെടുന്ന അനുഭവമാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 വാക്ക് മറക്കരുത്. നീതീകരണം, ശുദ്ധീകരണം, വിശുദ്ധീകരണം മറക്കരുത്. നമ്മുടെ ഓർമ്മയിൽ ഈ പദങ്ങൾ ഉണ്ടാകട്ടെ. സ്തോത്രം. അപ്പം ഇവിടെ ബർന്നബാസിനെ കുറിച്ച് പറയുക, നല്ല മനുഷ്യൻ. റാന്നിയിലൊക്കെ ചില ആളുകളെ കുറിച്ച് പറയും. എങ്ങനെ പറയും? ഇങ്ങനെ പറയും, പിശുക്കൻ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ, ഒരു ഗുണവും മണവും ഇല്ലാത്തവൻ. ഇനി ബാക്കിയൊന്നും ഞാൻ പറയത്തില്ല. ഇവിടൊക്കെ അങ്ങനെ പറയുമോ? പറയും. അപ്പൊ ഇവിടെയും പറയും. റാന്നി മാത്രമല്ല, ഇവിടെയും പറയും. എന്റെ ചോദ്യം, നമ്മളെ കുറിച്ച് എന്തായിരിക്കും ആളുകൾ പറയുന്നത്? യേശു കർത്താവ് പോലും ശിഷ്യന്മാരോട് ചോദിച്ചു, എന്നെ കുറിച്ച് ആളുകൾ എന്നാ പറയുന്നു? നമ്മൾ ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വിലയിരുത്തലുകൾ സമയമെടുക്കാറുണ്ടോ? ഒരു നല്ല കമ്പനി വർഷാവസാനം അവരുടെ ടേൺ ഓവർ എത്രയാന്ന് നോക്കത്തില്ലേ? നഷ്ടമാണോ ലാഭമാണോന്ന്? നഷ്ടത്തിൽ നഷ്ടമാണെങ്കിൽ എന്നോ അടച്ചുപൂട്ടി വേറെ പരിപാടി നോക്കും. ഇതിപ്പോ മാർച്ച് മാസം വരിക, ബാങ്കുകളാകുന്ന ബാങ്കുകളെല്ലാം കണക്കെടുപ്പിന്റെ കാലം അല്ലേ? നമുക്കൊരു ആണ്ടർതി യോഗമുണ്ട്, ഒരു വല്ലാത്ത ആണ്ടർതി, വാച്ച് നൈറ്റ് എന്നൊക്കെ പറഞ്ഞു. ജീവിതം ഇന്നും ശരിയായിട്ടില്ലയ്യോ, ജീവിപ്പിക്കും കർത്തനെ. എന്ന് ശരിയാകാനപ്പാ? ഈ 38 കൊല്ലമായിട്ട് ശരിയായിട്ടില്ലല്ലോ, എന്ന് ശരിയാകാനാ? ഞങ്ങളുടെ തോമാച്ചാൻ ഒരിക്കലും ഒരു ആണ്ടർദിനോയത്തിൽ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം ഏറ്റവും ഒടുവിലാണ് സാക്ഷി പറയുന്നത്. സഭയുടെ ഡീക്കനാ. ഏറ്റവും ഒടുവിൽ എഴുന്നേറ്റ് പറഞ്ഞു, ഇവിടെ എല്ലാവരും പറയുന്ന സാക്ഷി ഞാൻ സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുകയായിരുന്നു. എല്ലാവരുടെയും വാക്കുകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഈ തോമാച്ചൻ എന്ന ഞാൻ ഈ ആണ്ടർദി യോഗത്തിന് ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ഇനി മേലാൽ ഞാൻ ഒരു തീരുമാനം എടുക്കത്തില്ലെന്ന്. നടന്ന സംഭവം, കളി പറഞ്ഞതല്ല, നടന്ന സംഭവം. സ്തോത്രം. ഇച്ചിരി വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള മനുഷ്യനും കളി പറഞ്ഞതല്ല. ഞാൻ ഇനി ഒരു തീരുമാനവും, നമ്മൾ എല്ലാ പ്രാവശ്യവും ഓരോ തീരുമാനം എടുക്കും. എത്ര നടപ്പിൽ വരുത്തുന്നുണ്ട്? ഒരു സ്വയം വിലയിരുത്തലിന് എത്ര പേർ തയ്യാറാകാറുണ്ട്? എന്നെ പാസ് എംബോലോസ് പഠിപ്പിച്ച ഒരു പാഠമാണത്. എല്ലാ വർഷത്തിന്റെയും അവസാന സമയങ്ങൾ കുടുംബമായിട്ട് ഒന്നിച്ചിരിക്കണം. ഭാര്യയോട് ചോദിക്കണം, നീ കഴിഞ്ഞ വർഷം ആഗ്രഹിച്ച നിലകളിൽ എന്നെ കിട്ടിയിട്ടുണ്ടോ? ഒരു നല്ല ഭർത്താവാകാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ? കുഞ്ഞുങ്ങളോട് ചോദിക്കണം, ഒരു നല്ല അപ്പയാകാൻ മക്കളെ എനിക്ക് പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ ആഗ്രഹിച്ചപ്പോൾ എന്നെ കിട്ടിയിട്ടുണ്ടോ? എന്റെ പ്രസൻസ് നിങ്ങൾ ഇഷ്ടപ്പെട്ടപ്പോൾ, ആഗ്രഹിച്ചപ്പോൾ അപ്പായെ നിങ്ങൾക്ക് ആ നിലയിൽ ലഭിച്ചിട്ടുണ്ടോ? ഒരു 3 വർഷം മുമ്പ് വരെ ഞാനൊരു പരാജയപ്പെട്ട അപ്പനായിരുന്നു. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ശുശ്രൂഷ, തിരക്ക്, ചെറുപ്പം, സ്തോത്രം. മോളിടയ്ക്ക് വിളിക്കും. അപ്പൊ ഞാൻ വീഡിയോ കോൾ ആയിരിക്കും മിക്കവാറും ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയും, മോളോ നോക്ക്, പപ്പ യാത്രയില്ല, വണ്ടിയില്ല, ഇത്രയും ആൾക്കാർ കൂടെ ഉണ്ട്, ഞാൻ തിരിച്ചു വിളിക്കാമേ. എവിടെ? ആ പറഞ്ഞത് തന്നെ. ചിലപ്പോൾ ദിവസം 2-3 പ്രാവശ്യം കോൾ വരും. അപ്പോൾ ചിലപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും കോൾ എടുക്കാൻ പറ്റത്തില്ല. കോൾ എടുക്കുമ്പോൾ കൂടെ ആരെങ്കിലും ഉണ്ടായിരിക്കും. അവർക്ക് ഇപ്പൊ അപ്പൻ എന്ന നിലയിൽ ഒന്ന് സീക്രട്ടായിട്ട് സംസാരിക്കണമുണ്ടാകും. അവസാനം ഒരു ചക്കരയുമൊക്കെ പറഞ്ഞ് വെക്കണമെന്നുണ്ടാകും. ആളുകൾ കൂടെയുള്ളപ്പോൾ ഇത് പ്രയാസകരമായി തോന്നും. അപ്പൊ അപ്പനോടൊന്ന് സ്വകാര്യമായി സംസാരിക്കാൻ ശ്രമിക്കുക. മോളെ തിരിച്ചു വിളിക്കാമേ? ഓക്കെ. പിന്നെ വിളിക്കുന്നത് 4-5 ദിവസം കഴിയുമ്പോഴായിരിക്കും. എന്നും അവിടെ കോള് കാണും. പക്ഷെ ഈ 3 വർഷത്തിന് ഇപ്പുറത്ത് അവളോട് ചോദിച്ച അവള് പറഞ്ഞു, എന്റെ അപ്പായെ ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അധികം എനിക്ക് കിട്ടുന്നുണ്ട്. അവൾ ഇങ്ങോട്ട് വിളിക്കാൻ ഞാൻ മെനക്കെടാറില്ല. ഞാനൊരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയം ഞാൻ അങ്ങോട്ട് വിളിക്കും. അവൾ അവിടെ ഫ്രീ, ആ സമയം ഫ്രീ, എനിക്കറിയാം. വിളിക്കും, സംസാരിക്കും. ഒരു നല്ല ചക്രയുമയൊക്കെ എനിക്ക് തന്ന് ഫോൺ വെക്കും, തിരിച്ചും കൊടുത്തു വെക്കും. സ്തോത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, അധ്വാനിച്ചു കൊടുക്കുന്നുണ്ട്, ശരിയാ. ട്യൂഷൻ ഫീ കൊടുക്കുന്നുണ്ട്, ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്, എല്ലാം ശരിയാ. മക്കളോട് എന്തെങ്കിലും അമ്മയപ്പന്മാർ ചോദിച്ചിട്ടുണ്ടോ, എടി മോളെ ഞാനൊരു നല്ല മമ്മിയാണോ, നല്ല അമ്മയാണോ ചോദിച്ചു നോക്കിയ പിള്ളേര് പറയും, വലിയ പണ്ടത്തെ ഒലക്കയും കൊണ്ട് നിൽക്കരുത്. പണ്ട് വീട്ടിലെ ഒരു ഉപകരണമായിരുന്നു ഒലക്ക.
ഇടിക്കുന്നു, ഒരലിനകത്ത് ഇടിക്കുന്നു, എന്നാ താളമൊക്കെ ആയിരുന്നു അല്ലേ? അതൊക്കെ പോട്ടെ, അതുപോലെ വലിയ പത്തലും കൂടെ നിൽക്കരുത്. വളരെ ശാന്തമായി സൗമ്യമായി ചോദിക്കണം, മക്കളെ അമ്മ എന്ന നിലയിൽ എന്റെ പെർഫോമൻസ് കഴിഞ്ഞ ഒരു വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ തന്നെ അങ്ങ് ചോദിച്ചു. പിള്ളേർ സത്യം പറയുമ്പം അതുങ്ങളെ ചാടിക്കടിക്കാൻ ചെല്ലല്ലേ. അപ്പ എന്നതിൽ ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ പാസ്റ്ററോട് വന്ന് ചോദിച്ചേ, ഞാൻ പാസ്റ്ററെ കഴിഞ്ഞ ഒരു വർഷം ഒരു വിശ്വാസി എന്ന നിലയിൽ എങ്ങനായിരുന്നു? തോമസ് പാസ്റ്ററോട് അല്ലെ ബഹുമാനപ്പെട്ട ദേവാസനോട് ചോദിച്ചേ, വിശ്വാസി എന്ന നിലയിൽ ഞാൻ കഴിഞ്ഞ ഒരു വർഷം എങ്ങനായിരുന്നു? സഭയിൽ എന്റെ പ്രവർത്തനം, എന്റെ കാര്യങ്ങൾ എങ്ങനെ നിങ്ങളൊന്ന് വിലയിരുത്തി. ഞങ്ങൾക്ക് എല്ലാ വർഷവും ചർച്ചിന്റെ കമ്മിറ്റി കൂടും. ഞാൻ 18 വർഷമായിട്ട് ഒരു സഭയിലാണ് ശുശ്രൂഷിക്കുന്നത്. അവിടെ വന്നപ്പോൾ ഏകദേശം 30 കുടുംബങ്ങളെ ഉള്ളായിരുന്നു. ഇന്ന് 167 കുടുംബങ്ങൾ ആ ദൈവസഭയിൽ കർത്താവിനെ ആരാധിക്കുന്നുണ്ട്. ഷിബുവിനും എടുക്കൽ എനിക്ക് മുമ്പ് അവിടെ കഷ്ടതയിലൂടെ കർത്താവിന് വേണ്ടി പ്രാണത്യാഗം ചെയ്ത ഒട്ടനവധി ദൈവദാസന്മാർ ചോരയും നീരും കൊടുത്ത് വിതച്ച വിത്തുകൾ ഞാൻ കൊയ്തെടുക്കുന്നു മാത്രമേ ഉള്ളൂ. എന്റെ മിടുക്കോ കഴിവൊന്നുമല്ല, ഞാൻ കൊയ്യുന്നു, അവർ വിതച്ചത് അത്രമാത്രം. സ്തോത്രം. അപ്പൊ എല്ലാ വർഷവും കമ്മിറ്റിയിൽ ഞാൻ ചോദിക്കും, കഴിഞ്ഞൊരു വർഷം പാസ്റ്റർ എന്ന നിലയിൽ എന്റെ പ്രവർത്തനം എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം ഇപ്പൊ അവർക്കറിയാം. ആദ്യം അവർ ചോദിക്കുമായിരുന്നു, സത്യമായിട്ട് ചോദിക്കുകയാണോ അതോ ഞങ്ങളെ പരീക്ഷിക്കാൻ ചോദിക്കുകയാണോ? ഞാൻ പറയാം, അല്ല സഹോദരന്മാരെ, സത്യമായിട്ട് ചോദിക്കുക. അപ്പൊ ഇച്ചിരി പ്രായമുള്ളൊരു ബാഹുച്ചാനുണ്ട്, അതൊരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് എഴുന്നേക്കും. പാസ്റ്റർ ഞാൻ സത്യമായിട്ട് ചോദിച്ചാണ്. ഞാൻ പറയും, സത്യമായിട്ട് ചോദിച്ചാ പറഞ്ഞോട്ടെ. പറഞ്ഞു, എനിക്ക് പാസ്റ്റർ ഭയങ്കര ഇഷ്ട സ്നേഹമാണ്, പക്ഷേ ഞാൻ അങ്ങനെ ആഗ്രഹിച്ച പല സമയത്ത് എന്റെ പാസ്റ്റർ എനിക്ക് കിട്ടിയിട്ടില്ല. ആ നെഞ്ചിന് വേദന വന്ന് പൊളഞ്ഞപ്പോ ഞാൻ ആഗ്രഹിച്ചു എന്റെ പാസ്റ്ററെ എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. പക്ഷെ പാസ്റ്ററെ ഞാൻ വിളിച്ചപ്പം പാസ്റ്റർ ഛത്തീസ്ഗഡിലായിരുന്നു. പാസ്റ്റർ ശുശ്രൂഷയ്ക്ക് പോയതാ. പക്ഷെ ഞാൻ ഒത്തിരി കൊതിച്ചു എന്റെ പാസ്റ്റർ എന്റെ അടുത്തൊന്ന് ഉണ്ടായിരുന്നെങ്കിൽ. എനിക്ക് കിട്ടിയില്ല. ശുശ്രൂഷയ്ക്ക് പോണം. എന്നിട്ട് എന്നോട് പറയാ, കുറച്ചൊക്കെ ഞങ്ങളുടെ സഭയൊന്ന് ശ്രദ്ധിക്കണേ. അസോസിയേറ്റ് പാസ്റ്റർമാർ 2-3 പേരുണ്ട്. ഞാൻ വിചാരിച്ചു അവരങ്ങ് നോക്കിക്കോളും. പക്ഷേ ഞങ്ങളുടെ അച്ഛൻ സ്നേഹത്തോട് പറയുക, കുറച്ചുകൂടെ സഭയൊന്ന് ശ്രദ്ധിക്കണേ. അത് ന്യായമായ ഒരു ഉത്തരവല്ലേ പാസ്റ്റർ? അപ്പം അവിടെ എന്റെ ശുശ്രൂഷ എന്താ പറയുക, അങ്ങനല്ല, ശ്രദ്ധിക്കാം, കുറച്ചുകൂടെ ശ്രദ്ധിക്കാം, കുറച്ചുകൂടെ. എന്റെ യാത്രകൾ ഞാൻ പരിമിതപ്പെടുത്തി. കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ കണക്കുകൂട്ടൽ ശരിയായിരുന്നു. കുറച്ചുകൂടി ആൾക്കാർ പിന്നെയും വരാൻ തുടങ്ങി. പുതിയ ആളുകൾ വരാൻ തുടങ്ങി. പുതിയ കുടുംബങ്ങൾ വരാൻ തുടങ്ങി. മറ്റേ പാസ്റ്ററെ അന്വേഷിച്ച് വരുമ്പോൾ പാസ്റ്റർ ഇല്ല. ദൈവദാസന്മാരെ പിണങ്ങരുത്, അയ്യോ എന്നോട് പ്രയാസപ്പെടല്ലേ. സ്തോത്രം. പ്രാർത്ഥിക്കാൻ ആളുകൾ വരുമ്പോൾ പാസ്റ്റർ ഇല്ല. പാസ്റ്റർ ഛത്തീസ്ഗഡിൽ, ഡൽഹിയിൽ. ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിലായിരുന്നു കേട്ടോ. സ്തോത്രം. ചർച്ചിന്റെ ഒരു നാഷണൽ എക്സിക്യൂട്ടീവ്. ഇപ്പം പോകുമ്പോൾ അതിന്റെ ക്രമീകരണമൊക്കെ ചെയ്യും. ദൈവദാസന്മാരിൽ ഒരാളെ ചർച്ചിൽ രാവിലെ 8 മുതൽ വൈകിട്ട് ഒരു 8 മണി വരെ ഒരാൾ ഇരിക്കണം. ഇന്നൊരാളാണെങ്കിൽ അടുത്ത ദിവസം വേറൊരാൾ. ഞാൻ വരുന്നിടം വരെ അങ്ങനെ മാറി ഇരിക്കണം. ആരെങ്കിലൊക്കെ വന്നാൽ ഒന്ന് പ്രാർത്ഥിക്കാനും സ്തോത്രം ചെയ്യാനും സ്വീകരിക്കാനും. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം എന്തെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. കുടുംബമായിട്ട് അപ്പ, അമ്മ, അമ്മച്ചി, അപ്പച്ചൻ എല്ലാവരും ഒന്നിച്ചിരിക്കണം. നമ്മൾ ചില വിവരവും ബുദ്ധിയും വിദ്യാഭ്യാസവും കാര്യഗൗരവം ഒക്കെ ഉള്ളവരാണല്ലോ. വർഷാവസാനമൊക്കെ ആയിക്കോട്ടെ, അല്ല വർഷത്തിന്റെ തുടക്കത്തിലായിക്കോട്ടെ, കഴിഞ്ഞ വർഷം നമ്മുടെ കുടുംബം എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ വരവ് ചെലവ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നീക്കിയിരിപ്പ് വല്ലതും ഉണ്ടോ? കടം വല്ലതും ഉണ്ടോ? സ്തോത്രം. ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങളെ കൈയടിപ്പിക്കുക എന്നൊരു ഉത്തരവാദിത്വം എനിക്കില്ല. പക്ഷെ നിങ്ങളെ നിത്യതയിൽ കൊണ്ടുപോകത്തക്കവണ്ണം ഒരുക്കുക എന്നൊരു ഉത്തരവാദിത്വം ഒരു സുവിശേഷകൻ എന്ന നിലയിൽ, ഒരു പാസ്റ്റർ എന്ന നിലയിൽ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് കൊണ്ട് ഇതിലേക്ക് വചനം ഒരു കോങ്കത്തി പോലെ എന്റെ പ്രിയപ്പെട്ടവരുടെ നേരെ ഞാനൊന്ന് പിടിക്കുക. അപ്പം തന്നെ അത് എന്റെ നേർക്കും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല. എത്ര പേർ ഒരു ആത്മപരിശോധന നടത്താറുണ്ട്? യേശു തമ്പുരാന് പോലും, നമ്മുടെ രക്ഷകന്, നമ്മുടെ വീണ്ടെടുപ്പുകാരന് പോലും തന്നെ കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയുന്നുവെന്ന് ഒരു ആത്മപരിശോധന ആമേ ചെയ്തെടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് എത്രയധികം നമ്മളെ കുറിച്ച് എന്നാ പറയുന്നു? അങ്ങനെയൊക്കെ ഒന്ന് നോക്കിക്കേ. നമ്മുടെ കുടുംബത്തിന്റെ ലെവല് മാറുമെന്നേ, സ്നേഹവും ബന്ധങ്ങളും മാറുമെന്നേ. സ്തോത്രം. നമ്മുടെ സഭയുടെ അന്തരീക്ഷം മാറുമെന്നേ, കൂട്ടായ്മയുടെ അന്തരീക്ഷം മാറുമെന്നേ. സ്തോത്രം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ കർത്താവിനെ ആരാധിക്കുന്നത് എനിക്ക് സൗഖ്യം കിട്ടിയത് കൊണ്ടല്ല, എന്റെ ക്യാൻസർ മാറിയത് കൊണ്ടല്ല, 13 സർജറി ചെയ്തിട്ട് സ്പ്രെഡ് ആകാതെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളിലേക്ക് കഴിഞ്ഞ മാസങ്ങളിൽ വരെ ക്യാൻസർ ബാധിക്കാതിരുന്നത് കൊണ്ടല്ല, ഇപ്പോൾ റൈറ്റ് സൈഡിലെ കിഡ്നിയിൽ സിസ്റ്റ്
വന്നിരിക്കുക. സ്തോത്രം. ലിംഫോമയുടെ സിസ്റ്റർ വന്നിരിക്കുക. ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു ആ കിഡ്നി പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യണമെന്ന്. ആ റിപ്പോർട്ട് കയ്യിലിരിക്കുമ്പോഴും ഞാൻ കർത്താവിനെ ആരാധിക്കുന്നുണ്ട്. അതിവിശുദ്ധനായതുകൊണ്ടല്ല, സൗഖ്യ നിമിത്തമല്ല കർത്താവിനെ ആരാധിക്കുന്നത്. ഒരു സഭയുടെ പാസ്റ്റർ ആയതുകൊണ്ടല്ല, സെൻട്രൽ പാസ്റ്റർ ആയതുകൊണ്ടല്ല, ഞങ്ങളുടെ ചർച്ചിന്റെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ ആയതുകൊണ്ടല്ല, എനിക്ക് വീടുള്ളത് കൊണ്ടല്ല, കാറുള്ളത് കൊണ്ടല്ല, മക്കൾക്ക് വിദ്യാഭ്യാസമുള്ളത് കൊണ്ടല്ല, ഞാൻ കർത്താവിനെ ആരാധിക്കുന്നതിന് കാരണം പാപിയായിരുന്ന എന്റെ രക്ഷയ്ക്ക് വേണ്ടി, എന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവത്തിന്റെ പുത്രൻ കാൽവറിയിൽ പരമയാഗമായല്ലോ. അതോർത്താണ് ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുന്നത്. അതോർത്താണ് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നത്. ഒരു രോഗത്തിനോ ഒരു പ്രശ്നത്തിനോ ഒരു പ്രതിസന്ധിക്കോ എന്റെ ഈ ആരാധനയെ, എന്റെ മനോഭാവത്തെ, ദൈവിക ബന്ധത്തെ ബാധിക്കാൻ കഴിയുകയില്ല. പ്രിയരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്രയിൽ നമ്മൾ ചോദിക്കണേ എന്താ പറയുന്നത്. ഞാൻ റാന്നിയിലെ അനുഭവങ്ങൾ പറയാം. ഞങ്ങളുടെ ഒരു തങ്കച്ചാനുണ്ട്. സ്തോത്രം. സാങ്കല്പിക പേര തങ്കച്ചായനുണ്ട്. ഒറിജിനൽ പേരൊക്കെ പറഞ്ഞാൽ എനിക്ക് തിരിച്ച് റാന്നിച്ചലുണ്ട്. സ്തോത്രം. സാങ്കല്പിക പേര. ഇന്നടത്തെ തങ്കച്ചാനെ നല്ലൊരു വീട്ടുപേരൊക്കെയാ. ഇന്നടത്തെ തങ്കച്ചാനെ അറിയാമെന്ന് ചോദിച്ചാൽ ഒറ്റ മനുഷ്യൻ അറിയത്തില്ല. പിള്ളേരൊക്കെ ചോദിക്കുക, നെല്ലുകുത്തുംപാടത്തെ തങ്കച്ചാനെ അറിയാമോ? നെല്ലുകുത്തുംപാടത്തെ തങ്കച്ചാനെ മക്കളെ, ഈ ഒടക്ക് തങ്കച്ചാനെ അതാണോ? പിള്ളേര് കൂടെ വന്ന് ആ കയ്യാലപ്പുറത്ത് മേളിരിക്കുന്ന വീടാന്ന് പറഞ്ഞ് കാണിച്ചു തരും. നെല്ലുകുത്തുംപാടത്തെ തങ്കച്ചാനെ ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. പക്ഷെ ഒടക്ക് തങ്കച്ചാനെന്ന് ചോദിച്ചാൽ സഭയെ നമ്മൾ ഒടക്കാന്നോ? പാസ്റ്റർമാര് പറഞ്ഞാൽ, വിശ്വാസി പറഞ്ഞാൽ, കൂട്ടു സഹോദരങ്ങൾ പറഞ്ഞാൽ, പ്രിയപ്പെട്ടവർ പറഞ്ഞാൽ, ചേച്ചി എപ്പോഴാ വന്നേ, ആന്റി എപ്പോഴാ വന്നേ, മാം എപ്പോഴാ വന്നേ, സാറ എപ്പോഴാ വന്നേ, നീ അറിഞ്ഞില്ലേ ഞാൻ വന്നിട്ട് 10-60 കൊല്ലമായി. അതാണോ ചോദിച്ചത്? യോഗത്തിന് നേരത്തെ വന്നോ താമസിച്ച് വന്നോന്നല്ലേ ചോദിച്ചത്? എപ്പോഴാ വന്നെന്നല്ലേ ചോദിച്ചത്? ഉത്തരം പോകുന്ന പോക്ക് കണ്ടോ? സ്തോത്രം. അപ്പൊ ഓരോരുത്തരുടെ വാക്ക് കേട്ടാൽ അറിയാം സ്വഭാവം ഏതാ. അതാ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. ശൂപ്പാസ് പഠിപ്പിച്ചതല്ല, പൗലോസ്ലീഹ പഠിപ്പിച്ചത്. നിങ്ങളുടെ ചിന്ത എന്താണോ അതാണ് നിങ്ങളുടെ സ്വഭാവം. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ആത്മസ്വഭാവമുള്ളവരാന്ന് പറയും, ഇന്ന് ഞാൻ ഇച്ചിരി നേരത്തെ വന്നു കേട്ടോ, അല്ല ഞാൻ ഇച്ചിരി ലേറ്റ് ആയി പോയി, എന്നോ ട്രാഫിക്കാ, അങ്ങനെ ആയിരിക്കും സംസാരം. ഇങ്ങനെ ഒരിക്കലും സംസാരിക്കത്തില്ല. ഇങ്ങനെ സഭയിലെ ഏത് വലിയ ആന്റി പറഞ്ഞാലും, ഏത് വലിയ അങ്കിൾ പറഞ്ഞാലും ഓർത്തോണം, ജഡം ഇതുവരെ മരിച്ചിട്ടില്ല. നല്ല ആത്മീകന്റെ ലക്ഷണം കണ്ടോ? ഒടക്കാൻ 100 കൂട്ടം വകുപ്പ് സഭയ്ക്കകത്ത് കാണും. എന്നാലും അവർ മൗനമായിട്ട് പോകും. ഒടക്കാൻ അറിയാൻ വയ്യാത്തോണ്ടല്ല, ചോദിക്കാൻ അറിയാൻ വയ്യാത്തോണ്ടല്ല, അവരങ്ങനെ മൗനമായി പോകുന്നത്. ഞങ്ങളൊക്കെ അതിനെ നിസാരവൽക്കരിച്ച് കാണുകയും വേണ്ട. എന്റെ നിത്യത അതും ഇതും പറഞ്ഞ് നഷ്ടപ്പെടുത്തണ്ടെന്ന് പറഞ്ഞ് പോകുന്നത്. മണ്ടന്മാരും മണ്ടികളുമായിട്ട് പോകുന്നില്ല. അങ്ങനെ പോകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോഴൊക്കെ എന്നോട് ഇങ്ങനെ യോജിക്കാൻ ബുദ്ധിമുട്ട് വരാം. പക്ഷേ ബർദബാസിനെ കുറിച്ച് പറയുക, അദ്ദേഹം ആരാണ്? നല്ല മനുഷ്യൻ. ഒരു വാക്യം കൂടെ പഴയ നിയമത്തിലേക്ക് നമുക്കൊന്ന് വരാം. 1 ദിനവൃത്താന്തത്തിന്റെ പുസ്തകം, 1 ദിനവൃത്താന്തം 4:10 വായിക്കാമോ? യെബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച്. സോറി, ഒരു വാക്കൂടെ ചേർത്ത് വായിക്കും. മുകളിലെ 9. യെബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. ആ പദം ശ്രദ്ധിച്ചേ. യെബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. പദം കണ്ടോ? ഏറ്റവും മാന്യനായിരുന്നു. മാന്യനായിരുന്നു എന്നല്ല പറയുന്നേ, ഏറ്റവും മാന്യനായി. ഇനി അടുത്ത വാക്യങ്ങൾ വായിച്ചേ. അവന്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യെബേസ് എന്ന് പേരിട്ടു. യെബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. മതി.
ഇവിടെ ഏതെങ്കിലും ബന്ധനത്തെയോ കെട്ടിനെയോ പോരാട്ടത്തെയോ ശാസിച്ചോ? ഞങ്ങളുടെ സഭയിലെ കഴിഞ്ഞ 40 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രേയറിൽ ഒരാൾ വന്ന് പറഞ്ഞു, സഭയ്ക്ക് നടുവിൽ ഒരു സർപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഈ ദൈവസഭയ്ക്കകത്ത് സർപ്പം വരുമെന്നല്ല കർത്താവ് പറഞ്ഞേക്കുന്നത്. കർത്താവ് ഇറങ്ങി നിൽക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. കർത്താവ് ഇറങ്ങി നിൽക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. ഞാൻ നിങ്ങൾ വേദിക്കെട്ടിനെയും ചൊല്ലിക്കെട്ടിനെയും അവിടുത്തെ കെട്ടിനെയും ഇവിടുത്തെ കെട്ടിനെയും ഒക്കെ ശാസിച്ചും ഉപ്പുവാരിയിട്ടും മണ്ണൊഴിച്ചും വെള്ളമൊഴിച്ചും ഒക്കെ നടക്കുക. എന്റെ പ്രിയരെ, പോരാട്ടങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഇതിന്റെ ഒന്നും പുറകെ ഓടേണ്ട ആവശ്യമില്ല. യേശു അപ്പായി അങ്ങോട്ട് ഉയർത്തിയാ മതി, ബാക്കിയൊക്കെ താണോളും. അപ്പുറത്തെ അമ്മച്ചി മനസ്സിലായി കാണും. അപ്പുറത്തെ അമ്മച്ചി പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചിലരൊക്കെ കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരം പട്ടണത്തിൽ ഒരു 48 മണിക്കൂർ പ്രയർ, 48 മണിക്കൂർ പ്രയർ. എന്റെ പൊന്നെ, എല്ലാരും എഴുന്നേറ്റ് നിന്ന് അമ്മച്ചിക്കിട്ട് ചവിട്ടുക. ഒരു ഗ്രൂപ്പ് അപ്പുറത്തോട്ട് നിന്ന് അമ്മച്ചിയെ ചവിട്ടുന്നു, ഒരു കൂട്ടർ ഇപ്പുറത്തോട്ട് നിന്ന് അണ്ണനെ ചവിട്ടുന്നു. അണ്ണനെ അമ്മച്ചി ഏതെന്ന് മനസ്സിലായല്ലോ ബോസ്? അണ്ണൻ വർഷങ്ങളായിട്ട് കിടക്കുക, ഒരു കൂട്ടം ആൾക്കാർ അണ്ണനെ ചവിട്ടുന്നു. സ്തോത്രം. മറുഭാഗത്ത് ആൾക്കാർ അമ്മച്ചിയെ ചവിട്ടുന്നു. വർഷം എത്രയായി, നാളുകളായി ചവിട്ടാനും തൊഴിക്കാനും തുടങ്ങിയിട്ട്. പക്ഷേ അണ്ണന്റെ കിടപ്പിന് ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല. അമ്മച്ചിക്കും വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. കുഴപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ഈ ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്യുന്നവർക്ക്. പക്ഷേ കർത്താവ് എളിയവനെ ഒരു കാര്യം പഠിപ്പിച്ചു. സ്തോത്രം. നീ പാർക്കുന്നിടത്ത് സാത്താന്റെ സിംഹാസനമുണ്ട്, പക്ഷേ അതിനും മീതെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ വാണരുളുന്ന ഒരുവനുണ്ട്. അവന്റെ മഹിമ ദർശിച്ച്, അവന്റെ തേജസ് ദർശിച്ച്, അവന്റെ മഹത്വം ദർശിച്ച് ആ കർത്താവിനെ ആരാധിച്ചാൽ, ആ കർത്താവിനെ ഉയർത്തിയാൽ, ആ ദൈവത്തമ്പുരാനെ ഞാൻ നിങ്ങൾ മഹത്വപ്പെടുത്തിയാൽ ഒരു കാര്യം നിശ്ചയമാണ്. താഴേണ്ട സിംഹാസനങ്ങൾ, ഒതുക്കേണ്ട സിംഹാസനങ്ങൾ, വിട്ടുമാറേണ്ട പാരികൾ, വിട്ടുമാറേണ്ട ദുഷ്ടശക്തികൾ അത് തനിയെ താനായി തന്നെ മാറിപ്പോകും. ഹല്ലേലൂയ. അപ്പൊ എനിക്ക് ക്യാൻസർ ബാധിക്കപ്പെട്ടു 2012. സ്തോത്രം. ഞങ്ങളുടെ ചർച്ചിൽ 6-7 ക്യാൻസർ രോഗികൾ അടുപ്പിച്ച് സൗഖ്യമായപ്പോൾ, ക്യാൻസറായിട്ട് ആളുകൾ മരിച്ചിട്ടുണ്ട് കേട്ടോ, 6-7 ക്യാൻസർ രോഗികൾ സൗഖ്യമായപ്പോൾ, സ്തോത്രം, എനിക്കൊരു കാര്യം ബോധ്യമായി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ സ്തോത്രം, ക്യാൻസർ ശരീരത്തിൽ സ്വീകരിക്കാൻ എനിക്ക് മനസ്സാ, വിദ്വേഷമൊന്നുമില്ല, അങ്ങയോട് പിണക്കവും എനിക്കില്ല. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ രോഗം ബാധിക്കപ്പെട്ട ഒരു സൗഖ്യമാകണം, ഇങ്ങനെ രോഗം ബാധിക്കപ്പെട്ട ഒരു സൗഖ്യമാകണം. അതിന് ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ അങ്ങ് നടത്തുവാൻ അങ്ങക്ക് പദ്ധതി ഉണ്ടെങ്കിൽ എനിക്കും പ്രത്യേകിച്ച് വിദ്വേഷം പിണക്കുന്നു അങ്ങയോടില്ല, അങ്ങയോട് പരിഭവങ്ങളില്ല. സ്തോത്രം. കർത്താവിന്റെ സൗഖ്യങ്ങളും കർത്താവിന്റെ പ്രവൃത്തികളും ഒന്നിനു മീതെ ഒന്നായി നടക്കപ്പെട്ടു. ചർച്ച് പണി ഒരു സൈഡിൽ, ആത്മാക്കൾ ഒരു സൈഡിൽ, നിരന്തര സ്നാനങ്ങൾ. എന്റെ പ്രിയരോട് ഞാൻ പറയുന്നു, പ്രതികൂലങ്ങൾ ഉണ്ടാകാം, പോരാട്ടങ്ങൾ ഉണ്ടാകാം, എന്നാൽ അതിനെ ശ്രദ്ധിക്കാൻ നിൽക്കരുത്, അതിനെ ഗൗരവമായി കാണല്. നമ്മൾ ശത്രുവിന്റെ വലിപ്പം പറയാൻ വിളിക്കപ്പെട്ടവരല്ല, ശത്രുവിന്റെ വലിപ്പത്തെ വർണ്ണിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല, പോരിനും പോരാട്ടത്തിന് പിന്നാലെ പോകാൻ വിളിക്കപ്പെട്ടവരല്ല, സുവിശേഷത്തിന്റെ പിന്നാലെ, അരുമനാഥന്റെ പിന്നാലെ, ആത്മനാഥന്റെ പിന്നാലെ സിയോൻ യാത്രികരായി ഞാനും നിങ്ങൾ ചലിക്കപ്പെടുമ്പോൾ ഒരു കാര്യം നിശ്ചയമാ, തകർക്കപ്പെടേണ്ടതും തകരേണ്ടതും നമ്മുടെ മുൻപിൽ അതങ്ങനെ തകർക്കപ്പെട്ടിരിക്കും, തകർന്നും മാറിയിരിക്കും, സംശയമില്ലാത്ത കാര്യം. കനാൻ നാട് ഉറ്റുനോക്കാൻ മോശ 12 പേരെ അയച്ചു. 10 പേര് വന്നിട്ട് പറഞ്ഞു നമുക്കത് കിട്ടത്തില്ല, പറ്റത്തില്ല. അവിടുത്തെ ശത്രുക്കളുടെ വലിപ്പമെല്ലാം കൂടെ പറഞ്ഞു. 2 പേര് വന്നിട്ട് പറഞ്ഞു നമുക്കത് സ്വന്തമാക്കാൻ പറ്റും. യോശുവയും കലയും പറഞ്ഞു നമുക്കത് കിട്ടും. ഇവര് മറ്റൊരു വന്ന് പറഞ്ഞ കള്ളമാണോ? അല്ല, സത്യമാ, ഫാക്റ്റാ പറഞ്ഞത്, വസ്തുതയാ പറഞ്ഞത്. അനാക്യ മല്ലന്മാരുണ്ട്, ഇസ്രായേൽ ജനതയൊക്കെ വലിയ പൊക്കമുള്ള വലിയ മല്ലന്മാര്, കായിക ശക്തിയുള്ളവര്, ബലിഷ്ഠന്മാര്. അവർ കണ്ടതും പറഞ്ഞതും എല്ലാം സത്യമാണ്, കള്ളല്ല, കള്ളല്ല, സത്യം പറഞ്ഞത്. പക്ഷേ ഈ 24 പേരുടെ കണ്ണുകൾ കണ്ടത് ഒരേപോലെ, 24 കണ്ണുകളും കണ്ടത് ഒരേപോലെയുള്ള കാഴ്ചയല്ലേ? 12 പേരുടെ 24 കണ്ണുകൾ കണ്ടത് ഒരേപോലെയുള്ള കാഴ്ചയാണ്. 10 പേർ വിശ്വാസം പറയുമ്പോൾ, കണ്ടത് പറയുമ്പോൾ 2 പേര് പറഞ്ഞു നമുക്കത് കിട്ടും. ഇത് വല്ലതും പറയാനാണോ മോശ അയച്ചത്? അല്ല, ഭൂപ്രകൃതി നോക്കി അന്ന് കണ്ടു പറയാനായിട്ടാ മോശ പറഞ്ഞു വിട്ടത്. പക്ഷെ ഇവര് വന്ന് പറയുന്നത് ആവശ്യപ്പെടാത്ത കാര്യമാണ്. എന്തായാലും ആയിക്കോട്ടെ, ഇരിക്കട്ടെ. ഈ ഫാക്ട് പറഞ്ഞവര് കനാൻ നാട്ടിൽ ചെന്നു. അവര് പറഞ്ഞത് സത്യമല്ലായിരുന്നോ?
കള്ളം പറഞ്ഞില്ലല്ലോ. കനാൻ ചെന്നു. യോശുവയും കാലേബും ഒഴികെ. നമുക്ക് മുട്ടുവേദന ഉണ്ടെന്നേ, ഇപ്പോഴും എൻ്റെ കിഡ്നിയിൽ ഒരു സിസ്റ്റ് ഉണ്ടെന്നേ, അത് എടുത്തു കാണുന്ന വൈദ്യശാസ്ത്രം പറയുകയാണെന്നേ. ഞാൻ പറയുക, ഓ എനിക്ക് വയ്യ, തോസുടി പാസ്റ്റേ, കിഡ്നിയിൽ ഒരു സിസ്റ്റ്, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട്, കഴിഞ്ഞ ദിവസമൊക്കെ ശബ്ദമില്ല, നിരന്തരമായ ഒരു ചുമ, ലങ്സ് ഒരു 40% വീക്കാണ്, സ്തോത്രം. അതുകൊണ്ട് എന്തെങ്കിലും ചെറിയൊരു ഇൻഫെക്ഷൻ ഒക്കെ ബാധിക്കുമ്പോഴത്തേക്കും നിർത്താത്ത ചുമയുണ്ടാകും, സ്തോത്രം. എവിടെയെങ്കിലുമൊക്കെ വിശ്രമിക്കാം. ഞാൻ പറയുന്ന കള്ളമാണോ? എനിക്ക് ചുമയുണ്ട്, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, സത്യമാ പറയുന്നത്. പക്ഷെ സത്യമാണെങ്കിൽ പോലും ചില സത്യങ്ങൾ ദൈവം കേൾക്കാൻ ആഗ്രഹിക്കുന്നതല്ല. അതാ പൗലോസ്ലീഹ പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ആമേൻ. കാലേബിന് വയസ്സ് 85 ഉണ്ട്. പക്ഷെ ആ മനുഷ്യൻ പ്രായത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, അവിടുന്ന് ഇറങ്ങി തിരിച്ചപ്പോൾ എന്ന പോലത്തെ ആരോഗ്യവും ബലവും ഇന്നും എന്നിലുണ്ട്. ആ മല എനിക്ക് തന്നേര്, ഞാൻ അത് അവകാശമാക്കാം. അവൻ അവകാശമാക്കിയില്ലേ? പ്രായമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരി സർമാരെ, യൗവനക്കാരെ, കുഞ്ഞുങ്ങളെ, പറയുന്നത് സത്യമായിരിക്കും. അനുഭവങ്ങൾ അത് വളരെ ഫാക്ട് ആയിരിക്കും, വസ്തുതകളായിരിക്കും. പക്ഷേ കർത്താവ് നമ്മളെ വിളിച്ചത് ഫാക്ട് പറയാനല്ല, വസ്തുത പറയാനല്ല, സത്യം പറയാനാണ്. ഫാക്ടിനെ ട്രൂത്ത് കൊണ്ട് ജയിക്കുന്നവരാകുവാൻ, വസ്തുതകളെ സത്യം കൊണ്ട് ജയിക്കുന്നവരാകുവാൻ. ആരൊക്കെ ഇവിടെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കേൾക്കാനിടയായി തീർന്നു. സ്തോത്രം. വസ്തുതകളെ സത്യം കൊണ്ട് ജയിക്കുക. ഒന്നുകൂടെ പറഞ്ഞാൽ, വസ്തുതകളെ, രോഗങ്ങളെ, പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ ക്രിസ്തുവിനെ കൊണ്ട് ജയിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിഞ്ഞാൽ. പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൂടെ പറയാം. സ്തോത്രം. പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ശ്രദ്ധയിലേക്ക്. സ്തോത്രം. എവിടെ തീരുവോ എനിക്കറിയില്ല, തീരുന്നിടത്ത് കൃത്യസമയത്ത് അവസാനിപ്പിക്കുകയും ചെയ്യും. എളിയവന്റെ കുഞ്ഞ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഏതൊരു അപ്പനെയും പോലെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു CBSE സിലബസ് അടിസ്ഥാനമായി പോകുന്ന കരിക്കുലം ഉള്ള ഒരു സ്കൂളിലാണ് അവൾ പഠിച്ചത്. സ്തോത്രം. 10ാം ക്ലാസ്സിലേക്ക് കയറിയപ്പോഴേക്കും ട്യൂഷൻ, ഇംഗ്ലീഷിന് ഒരിടത്ത്, മാത്സിന് ഒരിടത്ത്, സയൻസിന് വേറൊരിടത്ത്, 3 ട്യൂഷൻ. രാവിലെ 5:30 ആകുമ്പോഴേ കൊച്ചു ഒരുങ്ങി ഇറങ്ങണം ട്യൂഷൻ സെന്ററിൽ 6 മണിക്ക് എത്താനായിട്ട്. വൈകുന്നേരം ഒരു 7:30, 8 ആവും കൊച്ചു തിരിച്ചു വരാനായിട്ട്. രാവിലെ ഒരിടത്ത്, വൈകിട്ട് ഒരിടത്ത് പാടുപെട്ടു. 1 മാസം പോയി. 1 മാസം കഴിഞ്ഞപ്പോ ഒരു രാത്രി കൊച്ചിനെ കാണുന്നില്ല. 8 മണിയായി, 8:30 കൊച്ചിനെ കാണുന്നില്ല. എന്റെ അപ്പായി അമ്മ എന്നുണ്ട്. 2 വർഷം പപ്പ നിത്യയിലേക്ക് ചേർക്കപ്പെട്ടു. അപ്പ പറഞ്ഞു, നേടുന്നത് തന്ത എന്ന് പറഞ്ഞ ഒരുത്തിന് ഇരിക്കുക. ഈ അപ്പച്ചമാരെയും അമ്മച്ചിമാരെയും ടെൻഷൻ അപ്പോഴെ എനിക്കൊന്ന് മനസ്സിലായത്. വല്ല കുലുക്കമുണ്ടോ? കൊച്ചു 7:30 വരേണ്ടതാ, 8 ആയി, 8:30 9 കൊച്ചിനെ കാണുന്നില്ല. പോയി നോക്കടാ. 10-ലല്ലേ, അതിങ്ങി വരും. എടാ ഇപ്പോഴത്തെ കാലം പോടാ, നോക്കടാ. ഞാൻ പറഞ്ഞു, അപ്പ ഇങ്ങി വരും. ഞാൻ ഇനി പോകുമ്പോൾ അവൾ ബസ് കയറി ഇങ്ങോട്ട് വന്നാലോ? അവളെ ഇനി കാണാൻ പറ്റത്തില്ലല്ലോ, ഞാൻ പിന്നെ അവിടെ പോയിട്ട് വരണം. അങ്ങനെ പറഞ്ഞിരുന്നു. 9 മണിയായി. 9 മണിയായപ്പോ ആ ബസ്സിന് വന്നു. അപ്പോൾ ക്ഷേത്രത്തിന്റെ ഒരു ഉത്സവം കാട്ടക്കട ഭാഗത്ത് ബസ്സുകളൊക്കെ പിടിച്ചു വെച്ചു, വിട്ടില്ല. അതെല്ലാം കഴിഞ്ഞ ബസ് ഇങ്ങോട്ട് വരുന്നത്. ആ ബസ്സിന് കയറി ഭയങ്കര തിരക്ക്. വന്ന പാടെ ഞങ്ങളെല്ലാം വാതിൽക്ക് നോക്കിയിരിക്കുക. അമ്മ ചെന്നു, മോളെ എന്നോ പറ്റി? അപ്പ ചെന്നു, മോളെ. അവിടെ അമ്മ, എന്റെ മിസ്സസ് ചെന്നു. സ്തോത്രം. മോളെ. അവൾ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. പുസ്തകമായിട്ട് താഴോട്ട് പോകുന്നു. പുസ്തകം ബാഗ് വലിച്ചെടുത്ത് എറിയുന്നു. നിങ്ങൾ ആരും അങ്ങനെ ചെയ്യുന്ന കുഞ്ഞുങ്ങളല്ല. ബാഗ് വലിച്ചെടുത്ത് ഒരു ഏറ് മേളിൽ ഞങ്ങൾക്ക് കേൾക്കാം. ബേസ്മെന്റ് ഫ്ലോറിൽ ബാഗ് വലിച്ചെറിയുന്ന ഒച്ച. കഥക് ടപ്പേന്ന് വലിച്ചടച്ചു. അപ്പോഴത്തേക്ക് എന്റെ മിസ്സസ് ഓടിച്ചെന്നു. അഹങ്കാരം പെണ്ണിന്. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നെ ഒന്നും മിണ്ടാതെ. ഒന്നാമത് 7:30 വരേണ്ടത് 9 മണിക്ക് കയറി വന്നിരിക്കുക. ബസ്സെല്ലാം ഇടിയും തെള്ളെല്ലാം കൊണ്ടുവന്നിട്ട്. സ്തോത്രം. മിണ്ടാതെ അവൾ ചെന്ന് കഥക് തട്ടി വിളിച്ചു. തുറന്നു, കേറി. എന്നാടി അഹങ്കാരം? അഹങ്കാരം ഒന്നുമല്ല, ഞാൻ ഇനി ട്യൂഷന് പോകുന്നില്ല. അപ്പോഴത്തേക്ക് അമ്മ തുടങ്ങി. അമ്മയല്ലേ ഇവിടെ, നീ അന്ന് പള്ളിക്കൂടത്തിലേ പോകണ്ട. അവൾ പറഞ്ഞു, സന്തോഷം, സന്തോഷം, സന്തോഷം. പെണ്ണിന്റെ അഹങ്കാരം കണ്ടു. അവൾ പറഞ്ഞു, അഹങ്കാരമല്ല. ഞാൻ താഴെ ഇറങ്ങി ചെന്നു. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നിലിജി, നീ ഒന്ന് മാറിപ്പോ, നീ അവളെ ഒന്ന് വിട്. അപ്പൊ എന്റെ നേരെയായി. അപ്പനാ വഷളാക്കുന്നു, മോളെ വഷളാക്കുന്നു. അപ്പനാ. നിങ്ങളെപ്പോലെ കുറെ അപ്പന്മാരുണ്ടേ മതി ഇതുപോലുള്ളതിനൊക്കെ വളം വെച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞു, അവള് വിശ്രമിക്കട്ടെ, വന്നു കയറുന്നില്ല, ഒന്ന് ഇരിക്കട്ടെ, ഡ്രസ്സ് മാറട്ടെ, കൊച്ചൊന്ന് വാഷ്റൂമിൽ പോട്ടെ. അവള് ചവിട്ടി കുരുക്കി പോകുന്നു കണ്ടു. കൊച്ചല്പസമയം ഒന്ന് വിശ്രമിച്ചു, എഴുന്നേറ്റ് വന്നു. വല്ലതും നന്നായിട്ട് കഴിക്കുന്ന കൂടുതലായി, ഇച്ചിരി വന്നോ ഒക്കെ ഉണ്ട്. സ്തോത്രം.
അവൾ വന്നു, ശരീരശുദ്ധിയൊക്കെ വരുത്തി, ശാപ്പാടൊക്കെ കഴിച്ചു. എന്നിട്ട് പറഞ്ഞു, അപ്പാ ഞാൻ ട്യൂഷന് പോകുന്നില്ല. ഞാൻ പറഞ്ഞു, മോള് പോകണ്ട. മോളുടെ ആര് പറഞ്ഞു ട്യൂഷന് പോകാൻ? മോള് ട്യൂഷന് പോകുന്നു. സ്തോത്രം. അപ്പോഴത്തേക്ക് ലിച്ചി എന്നെ ഒരു നോട്ടം നോക്കി. ഞാൻ ആപാദചൂടം കരിഞ്ഞു പോകുന്ന പോലെ തോന്നി ചില സമയത്ത് നോട്ടങ്ങൾ. അത് സ്ത്രീകൾക്ക് മാത്രം ദൈവം കൊടുത്തിരിക്കുന്ന പ്രത്യേക കഴിവ്. അവരുടെ കണ്ണുകളിൽ ദഹനശക്തിയുടെ ബഹിർഗണങ്ങളുണ്ട്. സ്തോത്രം. ആ ദൈവദത്തമായ ഒരു കഴിവ് ഇരിക്കട്ടെ. അന്ന് രാത്രി മിസ്സസിനോട് പറഞ്ഞു, ഇങ്ങനെ വളം വെച്ചു കൊടുക്കല്ലേ. ഞാൻ പറഞ്ഞു, വേണ്ട, വളം വെച്ചു കൊടുക്കണ്ട. അവൾ ട്യൂഷൻ പോകുന്നില്ലെന്ന് പറഞ്ഞേ, ശ്രമിക്കട്ടെ. സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് ട്യൂഷന് പോയില്ല. 8:30 ആയപ്പോ മോനെ കൊണ്ടുവിടുന്ന ഞാൻ കൊണ്ട് വിട്ടു. വൈകുന്നേരം 4:30 ആയപ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിൽ വന്നു. ലിജി ഉണ്ടാക്കി വെച്ച ആഹാരം വയറു നിറ കഴിച്ചു. സുഖമായിട്ട് കയറി കിടന്നു ഒരു ഉറക്കം. കുടുംബ പ്രാർത്ഥന നേരമായപ്പോൾ എഴുന്നേറ്റ് വന്നു. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. പിന്നെയും കഴിച്ചു. ഞങ്ങളുടെ കൂടെ കഴിച്ചിട്ട് പിന്നെ പോയിരുന്ന് ബൈബിൾ വായിക്കാൻ തുടങ്ങി. അപ്പോഴപ്പോഴാ കമന്ററി വരും എനിക്ക്. ലിജി മുറി പോ, അമ്മയല്ലേ, വാതിലിന്റെ കൂടെ ഒളിഞ്ഞു നോക്കും. ഞാൻ പണ്ടേ ഉള്ളപ്പോഴുണ്ട്, ഈ ഒളിഞ്ഞു നോട്ട പാടില്ല. അപ്പോൾ എന്റെ മോടെ മുറിയിലല്ലേ, എന്റെ മക്കളുടെ മുറിയിലല്ലേ. ഞാൻ പറയും, എന്നാലും മോശമാണ്, അവർക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, നമ്മൾ ചെയ്യരുത്, അവർ നമ്മളെ തെറ്റിദ്ധരിക്കും, പാടില്ല. എന്നാലും പോയി ഒളിഞ്ഞു നോക്കും. വന്ന് പറയും, ഇപ്പം ബൈബിൾ വായിക്കുക. ഞാൻ പറയും, ഞാൻ ചോദിച്ചോവല്ലോ. അടുത്ത പ്രാവശ്യം പോയിട്ട് വന്നു, ഈ നോഹയുടെ വെട്ടത്തിലെ പക്ഷിയെ ആക്കെ പോലെ പിന്നെയും പോയിട്ട് വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ അവള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പ്രാർത്ഥിക്കട്ടെ. അമ്മയപ്പന്മാർ വഴക്കുണ്ടാക്കുക പിള്ളേർ പ്രാർത്ഥിക്കാൻ. ഇത് പ്രാർത്ഥിക്കുകയല്ലേ? ഒരു മണിക്കൂർ കഴിഞ്ഞ് പിന്നെയും വന്നു പറഞ്ഞു, ഇപ്പോഴും പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിക്കട്ടെ, കൊച്ചു പ്രാർത്ഥിക്കുകയല്ലേ, വേറൊന്നും ചെയ്യല്ലോ. 1.5 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെയും വന്ന് പറഞ്ഞു, പ്രാർത്ഥന ഇതുവരെ തീർന്നിട്ടില്ല. നമ്മൾ പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥനയല്ലേ. ഞാൻ പറഞ്ഞു, നീ ഇവിടെ മര്യാദയ്ക്ക് ഇവിടെ കിടന്ന് ഉറങ്ങ, അല്ല പ്രാർത്ഥിക്കേ, അല്ല പുസ്തകത്ത് വെച്ച് വായിക്കേ. ഞാൻ ഒരു പുസ്തക രചനയിലാണ്. സ്തോത്രം. നീ എന്നെ ശല്യപ്പെടുത്താതെ ഞാൻ ഒന്ന് എഴുതി പൂർത്തീകരിക്കട്ടെ. അമ്മമാരില്ലേ, ഇരിക്കപ്രതിയുണ്ടോ? 12 മണിയായും പോയിട്ട് എന്ന് പറഞ്ഞു, ഇപ്പം പഠിക്കുക കേട്ടോ. ഞാൻ വല്ലതും ചോദിച്ചോ? ഇല്ലല്ലോ. ഭാവത്തിന് ഉറക്കമില്ല. 3 മണിയായപ്പോ പോയിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പോഴും കിടന്നിട്ടില്ല, പഠിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് കിടക്കാനെങ്കിലും സമ്മതിക്കും. 4 മണിയായപ്പോഴോട് പറഞ്ഞു, ഇപ്പൊ കിടന്ന് ഉറങ്ങുക, ഉറങ്ങട്ടെ. അത് 7:30 ആയപ്പോ എഴുന്നേറ്റു, റെഡിയായി. 8:30 ആയപ്പോ സ്കൂളിൽ പോയി. അവളുടെ ഒരു ഡെയിലി റൊട്ടീൻ അങ്ങനായി. രാവിലെ ഒരു പഠിക്കും, വെളുപ്പാങ്കാലം കുറേ സമയം കിടന്ന് ഉറങ്ങും, 1.5-2 മണിക്കൂർ പ്രാർത്ഥിക്കും. ഒരു ഉപവാസ പ്രാർത്ഥന, ഇതുപോലെ ഫാസ്റ്റിംഗ് പ്രയർ, പേഴ്സണൽ പ്രയറാ. ഞാൻ പ്രാർത്ഥിക്കാൻ കയറി. ഞങ്ങൾക്കൊരു പ്രാർത്ഥനാ മുറിയുണ്ട് ചർച്ചിന്റെ മുകളിൽ. അവിടെ പോയി കരഞ്ഞു വിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരപ്പന നിലയിൽ എനിക്ക് ടെൻഷനാ. ഒന്നാമത് വൈഫിന്റെ പ്രഷർ ഒരു സൈഡിലുണ്ട്. അമ്മയല്ലേ, ട്യൂഷനൊക്കെ വേണ്ടെന്ന് പറഞ്ഞു. ഞാനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. കർത്താവ് എന്നോട് ചോദിച്ചു, ഷിബു, ഈ 2 പിള്ളേരും ആരുടേതാ? ഞാൻ പറഞ്ഞു, എന്റേത്. വീണ്ടും ചോദ്യം, ഷിബു, ഈ 2 മക്കളും ആരുടേതാ? എയ്മി, ഏബൽ, 2ഉം ആരുടേതാ? ഞാൻ പറഞ്ഞു, എന്റേത്. എന്റെ ലിജിയുടെ. ആദ്യം എന്റേത് മാത്രം പറഞ്ഞു. ഇനി കർത്താവിനത് ബോധിക്കാത്തോണ്ടായിരിക്കും രണ്ടാമതും ചോദിച്ചത്. പ്രാർത്ഥനയിൽ ദൈവം സംസാരിക്കുമോ? അത് അനുഭവിച്ചവർക്ക് അറിയാം. അല്ല, ഇവരോടൊക്കെ ചോദിച്ചാൽ മതി, പാസ്റ്ററോടൊക്കെ ചോദിച്ചാൽ മതി, സംസാരിക്കും. ഞാൻ മുഴങ്കാലും വേണ്ടി നിൽക്കുക, 2 കൈ ഉയർത്തി, കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട്. 3ാമത് വീണ്ടും ചോദ്യം, ഈ മക്കൾ ആരുടേതാ? ഞാൻ പറഞ്ഞു, എന്റെ ലിജിയുടേത്. 4ാമത് വീണ്ടും ചോദ്യം ഉണ്ടായി. ഞാൻ പറഞ്ഞു, അപ്പം തന്നെ. പക്ഷെ 5ാമത് ദൈവത്തിന് വിടാൻ പ്ലാൻ ഇല്ല. ആ ചോദ്യം എന്റെ കർണമുടൻ മുഴുകി, ആരുടേതാ? അപ്പൊ എനിക്ക് മനസ്സിലായി, കർത്താവ് എന്തോ പഠിപ്പിക്കാനാ. എന്റെ പ്രാർത്ഥനാ രീതി മുഴങ്കാലിൽ നിന്നുള്ള പ്രാർത്ഥനയാ. ഞാൻ 2 കൈ സ്വർഗത്തേക്ക് ഉയർത്തി പറഞ്ഞു, കർത്താവെ, എന്നെ വട്ടുകളിപ്പിക്കാതെ. എനിക്ക് വലിയ ബുദ്ധി ഞാനും അറിവൊന്നുമില്ല. അങ്ങെന്താണോ എന്നെ ഗ്രഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അതെന്നെ ഗ്രഹിപ്പിച്ചാലും. പെട്ടെന്ന് ആത്മാവ് വചനത്തിലേക്ക് നടത്തി. സങ്കീർത്തന ഭാഗങ്ങളൊക്കെ തുറന്ന് വായിക്കാൻ തുടങ്ങി. വചനം പറയുന്നു, മക്കൾ യഹോവ നൽകുന്ന, ഇത് പരീക്ഷാ കാലയളവാകിയാലൂടെ ഞാൻ ഇത് പറയുന്നത്, മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം ദൈവം തരുന്ന ദൈവത്തിന്റെ ദാനം. അപ്പൊ നമ്മുടേതാണോ? ആരുടേതാ?
ദൈവത്തിൻ്റെത്. ആ ബോധ്യം നമുക്കുണ്ടാകണം. നമ്മളെ വളർത്താനും സൂക്ഷിക്കാനും കാക്കാനും ഏൽപ്പിച്ചേക്കുന്നത് അതങ്ങ് വിശ്വസ്തയോട് ചെയ്താൽ മതി. എനിക്കുണ്ടായ സന്തോഷം പറയണ്ട. എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് കുറെ നേരം തുള്ളിച്ചാടി, മുട്ടുമേൽ നിന്ന് എഴുന്നേറ്റ് തുള്ളിച്ചാടി അന്യഭാഷയിൽ കർത്താവിനെ ആരാധിച്ചു. ആ തീഷ്ണതയോടെ താഴേക്ക് ഇറങ്ങി ഓടി വന്നു. ഒരു 56 സ്റ്റെപ്പുണ്ട്. ചാടി ഇറങ്ങി ഓടി വന്നു. സ്തോത്രം. അടുക്കളയിൽ നിന്ന് ലിജിയെ വിളിച്ചുകൊണ്ട് വന്ന് ഓടി ഡൈനിങ് ടേബിളിന്റെ അടുത്ത് കസേരയിരുത്തി. ഓപ്പോസിറ്റ് കസേര ഞാൻ വിട്ടു. മുഖാമുഖം അവിടെ 2 കൈയിലും കയറി മുറുക്കെ പിടിച്ചു. അവിടെ ഇങ്ങേർക്ക് എന്താ വട്ട് പിടിച്ചു. അങ്ങോട്ട് കയറി പോയപ്പോൾ കുഴപ്പമില്ല. തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞാൻ കണ്ണിലോട്ട് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് ലിജിയോട് പറഞ്ഞു, 2 കൈയിലും പിടിവിടാതെ പറഞ്ഞു, ലിജി ഈ പിള്ളേർ 2 ആരുടേതാ? അവൾ എൻ്റെ മുഖത്തോട് സൂക്ഷിച്ചു നോക്കി. ഇവിടെ കയറിപ്പോയപ്പോൾ കുഴപ്പമില്ലായിരുന്നു, ഇത്രയും നാളായിട്ട് കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ എന്തോ പറ്റി? ഞാൻ വീണ്ടും ചോദിച്ചു, ഈ മക്കൾ 2 ആരുടേതാ? ഈ പിള്ളേർ 2 ആരുടേതാ? അവളോട് പറഞ്ഞു, എനിക്ക് വേറെ പണിയുണ്ട്, വല്ല കുഴപ്പമുണ്ട്, പേരുക്കടെ പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ കളിയല്ല, നിന്നെ ഞാൻ വിടത്തില്ല. ഗൗരവത്തിലായി. ഈ പിള്ളേർ 2 ആരുടെ പറയണി എന്ന് പറഞ്ഞു. അവള് പറഞ്ഞു, നിങ്ങളുടേത് അല്ലാതെ ആരുടേതാ? ഞാൻ പറഞ്ഞു, എന്റേതല്ല. ഞാൻ പറഞ്ഞു, എന്റേതല്ല, എന്റേതല്ല. വീണ്ടും ചോദ്യം, പിന്നാടെ ഞാൻ കൊണ്ടുവന്നാണോ? ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയത്തില്ല, എന്റേതല്ല. അപ്പൊ കർത്താവിനോട് ഞാൻ പറഞ്ഞ പോലെ അവൾ എന്നോട് പറഞ്ഞു, എന്നെ ഇട്ട് വട്ടുകളിപ്പിക്കാതെ. കാര്യം എന്താന്ന് വെച്ചാൽ പറ. സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സംഭാഷണം ഉണ്ടാകാറുണ്ട്. കർത്താവുമായുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവം പറഞ്ഞു, ഷിബു, ഇത് 2 നിന്റേതല്ല, നിങ്ങളുടേതല്ല, എന്റേതാ. അന്ന് അവക്കുണ്ടായ ധൈര്യം, അന്ന് എനിക്കുണ്ടായ ധൈര്യം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാ. ആ വർഷം മോൾ പഠിച്ച സ്കൂളിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങി. ആ സ്കൂളിലെ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങി ജയിച്ചത് അവളായിരുന്നു. ഹല്ലേലൂയ. ആ സ്കൂളിലെ ഏറ്റവും ഉയർന്ന മാർക്ക് അവൾക്കായിരുന്നു. ഒരു ട്യൂഷൻ ഇല്ല, മറ്റൊന്നില്ല. വരുന്നു, ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു, പ്രാർത്ഥന, കഴിക്കുന്നു, ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കിടക്കുന്നു. 1.5-2 മണിക്കൂർ പ്രാർത്ഥന. മക്കളെ, പരീക്ഷകൾ എഴുതുന്നവരെ, ബോർഡ് എക്സാമുകൾ, പബ്ലിക് എക്സാമുകൾ, ആനുവൽ എക്സാം, സെമസ്റ്റർ എക്സാം, വിവിധ എൻട്രൻസുകൾ എഴുതുന്നവരോട് ഒരു കാര്യം പറയട്ടെ. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും, ആചരിക്കുക എന്നുള്ള മലയാളം വാക്കിന് കൊടുത്തിരിക്കുന്നത് പ്രാക്ടീസ് എന്നൊരു പദമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രാക്ടീസ് ഒരു ദിവസം കൂടി നിർത്തുന്നതാണോ? അല്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്നതോട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് പറയുക, സ്തോത്രം. നമ്മൾ നന്നായി പ്രാർത്ഥിക്കുന്നെങ്കിൽ, മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അതിലേക്ക് നയിക്കുന്നെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ നമ്മൾ ഭാരപ്പെടേണ്ടതില്ല. ക്രിസ്തുവിൽ പ്രസിദ്ധരായി, ലോകത്തിൽ ഉന്നതരായി ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ദൈവ ഭയമുള്ള ഒരു തലമുറ നമ്മുടെ ഇടയിൽ എഴുന്നേൽക്കത്തക്കവണ്ണം നമുക്ക് ഒരുങ്ങാം, ഉണരാം, ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ വാക്കുകൾക്ക് വേഗത്തിൽ വിരാമമിടട്ടെ. സന്ദർഭവശാൽ അത് പറഞ്ഞേ ഉള്ളൂ. നോക്കിക്കേ, യബ്ബേസ് തന്റെ സഹോദരന്മാരെല്ലാം മാന്യന്മാരായിരുന്നു, പക്ഷേ അവരെക്കാൾ താൻ ഏറ്റവും മാന്യനായി. മാന്യന്മാരിൽ മാന്യൻ. നമ്മുടെ സഭയിൽ വരുന്നവരെല്ലാം മാന്യന്മാരായിരിക്കും, പക്ഷേ അവരിൽ നിന്ന് ഏറ്റവും മാന്യനായിരിക്കാൻ, ഹലോ, ഏറ്റവും മാന്യനായിരിക്കാൻ. എല്ലാവരും മാന്യന്മാരാ മക്കളെ. ഇന്ന് ഞാൻ പറയുന്ന ഇതാണ്, നല്ല ഒരു ഭർത്താവാകാൻ, നല്ലൊരു ഭാര്യയാകാൻ, നല്ലൊരു അപ്പനാകാൻ, നല്ല അമ്മയാകാൻ, നല്ല മക്കളാകാൻ, ഞങ്ങൾ നല്ല ശുശ്രൂഷകന്മാരാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്നു പകൽ നമുക്ക് പിടിക്കാൻ ഒരു കരമുണ്ട്. അത് യേശു കർത്താവിന്റെ കരമാണ്. നല്ല മക്കളായി മാറാൻ, ഒരു നല്ല ഭർത്താവായി തീരാൻ, ഒരു നല്ല ഭാര്യയായി മാറാൻ, ഒരു നല്ല അപ്പച്ചനായി മാറാൻ, ഒരു നല്ല അമ്മച്ചിയായി മാറാൻ, ഞങ്ങൾ ഒരു നല്ല ശുശ്രൂഷകരായി മാറാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ തെറ്റുപറ്റാതെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ബർന്നബാസ് ഒരു നല്ല മനുഷ്യനായിരുന്നു. അവനെ നല്ല മനുഷ്യനാക്കി മാറ്റിയ കാര്യങ്ങൾ ഒറ്റ വാക്കിൽ ഞാൻ ഓടിച്ചു പറഞ്ഞ് നിർത്തട്ടെ. സ്തോത്രം. എന്റെ മുൻപിൽ ഒരു 10 മിനിറ്റ് സമയം കൂടെ ഉണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ബർന്നബാസിനെ നല്ല മനുഷ്യൻ എന്ന് പറയാൻ കാരണം, ഒന്ന്,
യേശുവിനെ ജീവന തുല്യം സ്നേഹിച്ചു. നമ്പർ 1, യേശുവിനെ ജീവന തുല്യം സ്നേഹിച്ചു. നമ്പർ 2, സുവിശേഷത്തിന് വേണ്ടി എല്ലാം ത്യജിച്ചു. ഞാൻ പറയുന്നത് ഗലാത്യ അപ്പോസ്തല പ്രവൃത്തി പുസ്തകങ്ങളിലായിട്ട് ഈ കാര്യങ്ങളുണ്ട്. യേശുവിനെ ജീവന തുല്യം സ്നേഹിച്ചു, സുവിശേഷത്തിന് വേണ്ടി എല്ലാം ത്യജിച്ചു. 3, രക്ഷാ സന്ദേശവുമായി അക്ഷീണം സഞ്ചരിച്ചു. രക്ഷാ സന്ദേശവുമായി അക്ഷീണം സഞ്ചരിച്ചു. 4-ാമത്തെ കാര്യം, ദൈവരാജ്യത്തെ സംബന്ധിച്ച് ദർശനമുള്ള മനുഷ്യനായിരുന്നു. ഇതൊക്കെ 1 by 1 ആയി വിശദീകരിക്കേണ്ടതാ, സമയപരിമിതിയുടെ ഫുൾ സ്റ്റോപ്പ് ഇടുക. ദൈവരാജ്യത്തെ സംബന്ധിച്ച് ദർശനമുള്ള മനുഷ്യനായിരുന്നു. ദൈവസഭയ്ക്ക് വിശ്വസ്തനായ സഹോദരനായിരുന്നു ബർന്നബാസ്. അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട് ഇതെല്ലാം. ദൈവസഭയ്ക്ക് വിശ്വസ്തനായ ഒരു സഹോദരൻ, വിശ്വസ്തനായ ഒരു സഹോദരൻ. ചുമ്മാത് പറയല്ല, നല്ല മനുഷ്യനെന്ന്. 6-ാമത്തെ കാര്യം, സഹോദരന്മാർക്കെല്ലാം പ്രിയനായിരുന്നു. സഹോദരന്മാർക്കെല്ലാം നമ്മുടെ പ്രിയ ബർന്നബാസ് എന്നാണ് വചനം പറയുന്നത്. സഹോദരന്മാർക്കെല്ലാം താൻ ആരായിരുന്നു? പ്രിയനായിരുന്നു. 7-ാമത്തെ കാര്യം, ആരുടെ മുൻപിലും സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന വ്യക്തിയായിരുന്നു. സ്വന്തം അഭിപ്രായങ്ങൾ പൗലോസും ബർന്നബാസും തമ്മിൽ ഉഗ്രവാദം ഉണ്ടായെന്ന ഗലാത്യയിൽ എഴുതിയിരിക്കുന്നത്. ആരുടെ മുമ്പിലും സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന വ്യക്തിയായിരുന്നു. അടുത്ത കാര്യം, 8-ാമത്തെ കാര്യം, സുവിശേഷത്തിനു വേണ്ടി ഏത് കഠിനമായ തീരുമാനങ്ങളും എടുക്കുന്നയാളായിരുന്നു. 9-ാമത്തെ കാര്യം, തന്റെ കാഴ്ചപ്പാടുകളിൽ ഉറച്ചു നിൽക്കുന്ന മനുഷ്യനായിരുന്നു. 10-ാമത്തെ കാര്യം, ആരുടെ സ്വാധീനത്തിലും പതറിപ്പോകാത്ത വ്യക്തിയായിരുന്നു. പൗലോസ് എന്നൊക്കെ പറഞ്ഞാൽ ആരാപ്പ? പക്ഷേ ഈ പൗലോസിനെ ആദിമ സഭയ്ക്ക് പരിചയപ്പെടുത്തിയത് ആരാന്നറിയാമോ? ബർന്നബാസ്. പൗലോസിന്റെ മാനസാന്തരം എന്നൊക്കെ പറഞ്ഞു പ്രസംഗിച്ചോണ്ട് ചെന്നപ്പോ ആദിമ സഭ പുള്ളിയെ അങ്ങോട്ട് ഉൾക്കൊണ്ടില്ല, അംഗീകരിച്ചില്ല. കാരണം ഇവൻ ചെയ്ത ദ്രോഹം മുഴുവൻ അറിയാം. സ്തേഫാനോസിനെ കൊല്ലുമ്പോൾ സാക്ഷികളുടെ വസ്ത്രം എവിടെയായിരുന്നു ഒക്കെ ആദിമ സഭയ്ക്ക് അറിയാം. ഇവൻ എന്തോത്തിനെ ഇങ്ങോട്ട് വന്നെന്നറിയാം. അതുകൊണ്ട് ഇവരങ്ങോട്ട് ഉൾക്കൊണ്ടില്ല. പക്ഷെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ, സ്തോത്രം, നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 9:27 വായിക്കുന്നു, പൗലോസിനെ ബർന്നബാസ് കൊണ്ട് ആദിമ സഭയ്ക്ക് പരിചയപ്പെടുത്തുക. സഹോദരന്മാരെ, ഇവൻ പറയുന്നത് മുഴുവൻ ശരിയാ, ഇവന്റെ മാനസാന്തരം ക്ലിയറാ, ഇവനെ സഭ കൈക്കൊള്ളണം. പൗലോസിനെ റെക്കമെൻഡ് ചെയ്യുകയാണ്. സ്തോത്രം, ആമേൻ. ബർന്നബാസ്, ശ്രദ്ധിച്ച പ്രിയരെ, ബർന്നബാസ് ഒരു ലേഖനവും പുതിയ നിയമസഭയ്ക്ക് തന്നിട്ടില്ല. ഈടുറ്റ 14 ലേഖനങ്ങൾ, എബ്രായ ലേഖനം ഉൾപ്പെടെ പുതിയ നിയമസഭയ്ക്ക് ലഭിക്കപ്പെടുവാൻ കാരണമായ പൗലോസിനെ സഭയ്ക്ക് പരിചയപ്പെടുത്തിയ ആളാ ബർന്നബാസ്. സ്തോത്രം. നോക്കിക്കേ, തന്നെ ചവിട്ടി ഇരുത്തി കളയുമെന്നുള്ള സെൽഫിഷായ ചിന്താഗതിയോ സ്വാർത്ഥതയോടുകൂടി ചിന്താഗതിയോ ഒന്നും തനിക്കില്ല. വളരെ നിസ്വാർത്ഥമതിയായി ആദിമ സഭയ്ക്ക് പൗലോസിനെ പരിചയപ്പെടുത്തുന്ന ബർന്നബാസ്. അതുകൊണ്ട് വചനം പറയുന്നു, അവൻ ഒരു നല്ല മനുഷ്യനായിരുന്നു. ഉയർത്തുന്നവരെ ഒടുക്കുന്ന ആളുകളുള്ള കാലമാ ഇന്നത്തെ പോലെ അന്നും. പക്ഷേ ബർന്നബാസിന് അതൊന്നും ഒരു വിഷയമല്ല. തനിക്ക് എന്ത് സംഭവിക്കുമെന്നോ തന്നേക്കാൾ ഉയർന്നു പോകുമെന്നോ ഈ ചിന്തയൊന്നുമില്ല. ധൈര്യത്തോടെ പരിചയപ്പെടുത്തുക. അതുകൊണ്ട് നമുക്ക് വായിക്കുന്നു, ആരുടെ സ്വാധീനത്തിലും പതറിപ്പോകാത്ത വ്യക്തിയായിരുന്നു സ്തോത്ര ബർന്നബാസ്. 11-ാമത്തെ പോയിന്റ് എന്റെ പോയിന്റ് ഞാൻ എഴുതി തയ്യാറാക്കിയതാ. വെച്ചുകെട്ടലുകളും ഏച്ചുകെട്ടലുകളും ഇല്ലാത്ത മനുഷ്യനായിരുന്നു, അല്ലെങ്കിൽ വെച്ചുകെട്ടലുകളും ജാടകളും ഇല്ലാത്ത മനുഷ്യനായിരുന്നു ബർന്നബാസ്. 11 കാര്യങ്ങൾ. 1, യേശുവിനെ ജീവന തുല്യം സ്നേഹിച്ചു. 2, സുവിശേഷത്തിന് വേണ്ടി എല്ലാം ത്യജിച്ചു. 3, രക്ഷാ സന്ദേശവുമായി അക്ഷീണം സഞ്ചരിച്ചു. 4, ദൈവരാജ്യത്തെ സംബന്ധിച്ച് ദർശനമുള്ള മനുഷ്യനായിരുന്നു. ദൈവസഭയ്ക്ക് വിശ്വസ്തനായിരുന്നു. സഹോദരന്മാർക്കെല്ലാം പ്രിയനായിരുന്നു. ആരുടെ മുമ്പിലും സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ആളായിരുന്നു. സുവിശേഷത്തിന് വേണ്ടി കഠിനമായ തീരുമാനങ്ങൾ എടുക്കുന്നയാളായിരുന്നു. തന്റെ കാഴ്ചപ്പാടുകളിൽ ഉറച്ചു നിന്നയാളായിരുന്നു. ആരുടെ സ്വാധീനത്തിലും പതറിപ്പോകാത്ത ആളായിരുന്നു. വെച്ചുകെട്ടലുകളും ജാടകളുമില്ലാത്ത പച്ചയായ മനുഷ്യനായിരുന്നു. ഇതുകൊണ്ടാണ് ബർന്നബാസിനെ പറയുന്നത് എന്തെന്ന്? നല്ല മനുഷ്യനെന്ന്. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊരു കൺവെൻഷൻ, 10 ഫ്ലെക്സ് 1000 നോട്ടീസ്, 10 ഫ്ലെക്സ് 1000 നോട്ടീസ് അടിച്ചു നിരത്തി കൊടുത്തു. അപ്പം വരണ്ടിയ പാസിന്റെ പേര് ഷിജു, ഞങ്ങൾ അടിച്ചത് വെച്ചാൽ ഷാജു. വരണ്ടിയ പാസിന്റെ പേര് ഷിജു, ഞങ്ങൾ അടിച്ചത് ഷാജു. ഫോട്ടോ കറക്റ്റാ, ഫോട്ടോ എല്ലാം കറക്റ്റാ. ഈ പുള്ളിക്ക് ഇട്ടുകൊടുത്തു. പുള്ളി ഞങ്ങളുടെ ഓരോ കാര്യം ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ചുമതലയുള്ള മോനോട് ഏരിയ കൺവെൻഷനാ, അദ്ദേഹം വിളിച്ചു പറഞ്ഞു, പാസ് വിളിച്ചു പറഞ്ഞു, ആ പുള്ളി പ്രസംഗിക്കും, ഞാൻ വരത്തില്ല, എന്റെ പേര് അങ്ങനല്ല, എന്റെ പേര് ഇങ്ങനെ.
പാസ്റ്റർ യാതൊരു വള്ളിയുടെ വ്യത്യാസമില്ലയോ പാസ്റ്റർ? ഒരു അങ്ങനെ അതൊരു വ്യത്യാസം തന്നെയാ. എന്റെ പേര് അങ്ങനെയല്ല, ഞാൻ പ്രസംഗിക്കാൻ വരുന്നില്ല. എന്റെ പൊന്നപ്പോ എന്നോ ബഹളം. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ എന്നോട് വല്ല സ്വാതന്ത്ര്യത്തോട് പറയുന്ന ഞങ്ങളുടെ ബാബുച്ചായൻ ഫോൺ മേടിച്ചു. മോനെ ഫോണിങ്ങിതാ. പുള്ളി ഇച്ചിരി സീനിയർ. പുള്ളി ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു, ഹലോ, ഞാൻ ഈ സഭയിലെ എൽഡർ ആണ്. ഈ മോനാ ഞങ്ങളുടെ ചർച്ചിന്റെ സുവിശേഷീകരണത്തിന്റെ ഒക്കെ ചുമതല ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവൻ പാസ്റ്ററെ ബന്ധപ്പെട്ടത്. ഷിവ് പാസ് വിളിച്ചില്ലായിരുന്നു? ആ ഷിവ് പാസ് വിളിച്ചു. അപ്പം ഞാൻ ഒരു തീരുമാനം അങ്ങോട്ട് പറയുക പാസ്റ്ററെ. പാസ് പറഞ്ഞതെല്ലാം ഞങ്ങൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ലൗഡ് സ്പീക്കറിലായിരുന്നു ഫോണ്. പാസ് പറഞ്ഞതെല്ലാം കേട്ടോണ്ടിരുന്നു. ഞങ്ങളുടെ കൺവെൻഷന് പാസ് പ്രസംഗിക്കണ്ട. ഞങ്ങളുടെ കൺവെൻഷന് പാസ് പ്രസംഗിക്കണ്ട പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, ആ പുള്ളി ഈ പ്രാവശ്യം പ്രസംഗിക്കുന്നില്ല, പാസ്റ്റ് പ്രസംഗിച്ചാൽ മതി. ഞാൻ പറഞ്ഞു, അച്ഛാ നമ്മൾ അതൊന്നും വേണ്ട, അത്ര അഹങ്കാരമുള്ളവരൊന്നും ഇവിടെ വന്ന്. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നച്ച മോശമല്ലേ അച്ഛാ, ഈ മോൻ പറയുക 10 ഫ്ലെക്സിൽ ഞങ്ങൾ വേറെ പേര് കൊണ്ട് ഒട്ടിച്ചു മാറ്റാം, സ്റ്റിക്കർ ചെയ്ത് വെക്കാം, ഫോട്ടോ എല്ലാം കറക്റ്റാ, നോട്ടീസ് ഞങ്ങൾ വേറെ മാറ്റി കൊടുക്കാം. എന്നിട്ട് ഒതുങ്ങുന്നില്ല. എന്റെ വർഗത്തിന്റെ ഒരു ഗതിയെ പ്രസംഗിച്ചത് ഈ പാവപ്പെട്ടവനാ. പുള്ളി പിന്നെ എന്നെ വിളിച്ചു, പാസ്റ്റർ ഞാൻ വരാം. ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് സഭയെ മാനിക്കണം, എനിക്ക് നാളെ ഇവിടെ ശുശ്രൂഷിക്കണം. അവർ പറഞ്ഞതിന് അപ്പുറം എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. പാസ്റ്റർ വരണ്ട. എന്നോ മാന്യന്മാരാ നമ്മുടെ വിശ്വാസികൾ. സ്തോത്രം. ഗൂഗിൾ പേ ചെയ്ത് പുള്ളിയുടെ നമ്പറിലോട്ട് നല്ലൊരു സ്വത്രാഴ്ച ഇട്ട് കൊടുത്തു. പാസ്റ്ററെ, മേലാൽ ഈ പണി ആരോടും കാണിക്കരുത് പറയുകയും ചെയ്തു. എന്നെ കേൾക്കുന്നതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. നല്ലതെന്ന് പറയിപ്പിക്കാൻ ഇച്ചിരി പാടാ. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ. ആദ്യം പറഞ്ഞ വാക്ക് തമ്പുരാൻ പറഞ്ഞത് പ്രവൃത്തി അറിയുന്ന, പ്രസംഗം അറിയുന്നല്ല. ബൈബിളിലൊരു മനുഷ്യൻ പ്രവൃത്തി കൊണ്ട് നല്ലവനെന്ന് വിളിക്കപ്പെട്ടു. സമയപരിമിതിയുടെ വാക്യം വായിക്കുന്നില്ല. യെരൂശലേമിൽ എരികോവിലേക്ക് പോയ മനുഷ്യൻ. നല്ല ശമരിയാക്കാരെന്ന് ബൈബിളിൽ എങ്ങും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? നല്ല ശമരിയാക്കാരെന്നൊരു വാക്കേ ഇല്ല. പക്ഷേ സ്തോത്രം, എല്ലാ എപ്പിസ്കോപ്പൽ ചർച്ചക്കാരും പ്രൊട്ടസ്റ്റന്റ് ചർച്ചക്കാരും സൺഡേ സ്കൂൾ പാഠം മുതൽ ആ ക്ലാസ് പഠിപ്പിക്കുന്നത്, ആ കഥ പഠിപ്പിക്കുന്നത്, ആ പാഠം പഠിപ്പിക്കുന്നത് നല്ല. അവൻ എങ്ങനെ നല്ല ശമരിയാക്കാരനായത്? പ്രവൃത്തി കൊണ്ട്. PMG സഭയിൽ ദൈവത്തെ ആരാധിക്കുന്ന കുഞ്ഞുങ്ങളെ, സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, കർത്തൃ ശുശ്രൂഷകന്മാരെ, അവൻ എങ്ങനെ നല്ല ശമരിയനായി? അവന്റെ പ്രവൃത്തി കൊണ്ട്. ഒരു ലേവ്യൻ, ഒരു പുരോഹിതൻ കണ്ടിട്ടും കാണാതെ പോയപ്പോൾ ഈ ശമരിയക്കാരൻ അവന്റെ പണം, അവന്റെ കയ്യിലെ എണ്ണ, വീഞ്ഞ്, അവന്റെ വാഹനമൃഗം, അവന്റെ സമയമെല്ലാം ഒരുവന്റെ മുറിവേൽക്കപ്പെട്ടവന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചപ്പോൾ അവനെ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? ഞാൻ അതോടെ നിർത്തുക. എനിക്ക് സ്നാനത്തെ കുറിച്ചൊക്കെ ആ ഭാഗത്ത് ഇച്ചിരി പറയണമെന്നുണ്ട്. സ്തോത്രം. സമയം തീർന്നു. ഈ ലോകത്തിൽ ഒത്തിരി ഹിസ്റ്റോറിയന്മാർ വന്നിട്ടുണ്ട്, ഫിലോസഫിയന്മാർ വന്നിട്ടുണ്ട്. നമ്മുടെ മേഖലയിലൊക്കെ തന്നെ അയ്യങ്കാളി, അയ്യ വൈകുണ്ഠസ്വാമി, കുമാരനാശാനും ശ്രീകുമാരദേവനും അങ്ങോട്ട് തുടങ്ങി എത്രമാത്രം ആൾക്കാരാ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി സകനം സമരായുധമാക്കി മാറ്റി സ്വതന്ത്ര ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മജി, ഇവരൊന്നും പറഞ്ഞില്ല ഞാൻ നല്ല ഇടയനാണെന്ന്, ഞാൻ നല്ല നേതാവാണെന്ന്, ഞാൻ നല്ല ഒരു നവോത്ഥാന നായകനാണെന്ന്, ഒരു നല്ല സാമൂഹ്യ പരിഷ്കർത്താവാണെന്ന്. പക്ഷേ രോഗികളെ സൗഖ്യമാക്കുമ്പോൾ, കുരുട്ട് കണ്ണുകളെ തുറക്കുമ്പോൾ, പക്ഷപാതക്കാരന്മാരെ എഴുന്നേൽപ്പിക്കുമ്പോൾ, മരിച്ചവരെ ഉയർപ്പിക്കുമ്പോൾ, ആ മനുഷ്യൻ ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. യോഹന്നാൻ നമ്മൾ വായിക്കുകയാ. ആമേൻ, സ്തോത്രം. ഞാൻ നല്ല ഇടയനാകുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, എനിക്കും നിങ്ങൾക്ക് ഒരു നല്ല ഇടയനുണ്ട്, ഒരു നല്ല ഇടയനുണ്ട്. ആ ഇടയനോട് ചേർന്ന് നിൽക്കാൻ ഈ പകൽ മനസ്സുണ്ടെങ്കിൽ എന്നെയും നിങ്ങളെയും ഒരു നല്ല സാക്ഷ്യത്തിന്, ഒരു നല്ല പേരിന് ഉടമസ്ഥനാക്കി മാറ്റുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ല ബർന്നബാസ്, സ്തോത്രം. അവനൊരു നല്ല മനുഷ്യനായിരുന്നു. ഇന്ന് പകൽ എന്നെ നോക്കി കർത്താവ് പറയുക, ഷിബു ഒരു നല്ല മനുഷ്യനായിരുന്നു. നാമേ നമ്മുടെയൊക്കെ പേര്
പേര്. തോമസ് ഒരു നല്ല മനുഷ്യനായിരുന്നു. വിക്ടർ ഒരു നല്ല മനുഷ്യനായിരുന്നു. എങ്ങനെ പറയാൻ പറ്റൂ? എങ്ങനെ പറയൂ? ഒരൊറ്റ കാര്യം, നമ്മുടെ നല്ല ഇടയന്റെ കയ്യിലോട്ടൊന്ന് പിടിച്ചേ. ഇടയന്റെ ഒപ്പം ഒന്ന് നടക്കാൻ ഒന്ന് മനസ്സ് വെച്ചേ. നമ്മുടെ സ്ഥിതി മാറും, ഗതി മാറും. സ്ഥിതിയും ഗതിയും മാറി നല്ല മനുഷ്യനെന്ന ഒരു സാക്ഷ്യം കേൾപ്പിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ജീവിതത്തിൽ നല്ല മനുഷ്യരാകാൻ, നല്ല കുടുംബം, പാളയം PMG ചർച്ചിലെ നല്ല കുടുംബങ്ങളായി മാറാൻ, ദൈവമാക്കി വെച്ചിരിക്കുന്ന സമൂഹത്തിൽ നല്ല വ്യക്തികളായി തീരാൻ. മക്കളെ, നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ, കോളേജിൽ, ആ ക്യാമ്പസിൽ, സൗരസ്വരന്മാരെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, നിങ്ങൾ ആരാധിക്കുന്ന ദൈവസഭയിൽ ഒരു നല്ല വ്യക്തിത്വത്തിലുള്ളവരായി മാറാൻ, നല്ല മനുഷ്യരായി മാറാൻ ആ നല്ല ഇടയന്റെ കൈ പിടിക്കാമോ? ആ നല്ല ഇടയനോട് ചേർന്ന് നിൽക്കാമോ? മുഴങ്കാൽ മടക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളൊക്കെ മുഴങ്കാൽ മടക്കാമോ? ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. കസേരകളിലൊക്കെ ഇരിക്കുന്നവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ, ആരോഗ്യം അനുവദിക്കുന്നവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നിർബന്ധമല്ല, ആരോഗ്യം അനുവദിക്കുന്നവർ മാത്രം, ശരീരത്തിന് സുഖത്തിനൊത്തവണ്ണം മാത്രം മതി. ആരോഗ്യം അനുവദിക്കുന്നവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? മുഴങ്കാൽമേൽ നിൽക്കാൻ കഴിയുന്ന കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് മുഴങ്കാൽമേൽ നിൽക്കാമോ? മുഴങ്കാൽമേൽ ഒന്ന് നിന്നേ മക്കളെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നിങ്ങളുടെ ബുദ്ധിയെ തുറക്കുന്ന ഒരു കർത്താവ് ഇവിടെയുണ്ട്. രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു കർത്താവ് ഇവിടെയുണ്ട്. വിശ്വാസത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിരുന്നു ആര്? ഈ നല്ല മനുഷ്യൻ. ഈ നല്ല മനുഷ്യൻ ബർന്നബാസ് പരിശുദ്ധാത്മാവിലും വിശ്വാസത്തിലും നിറഞ്ഞവനായിരുന്നു. നല്ലവരെ നിറയ്ക്കുന്ന ഒരു ദൈവം. ആത്മാവിന് പകർച്ചയുണ്ട്. ബർന്നബാസ് നല്ല മനുഷ്യനായിരുന്നുകൊണ്ട് അവൻ നിറഞ്ഞ ആത്മാവും വിശ്വാസവും വളരെ പുരുഷാരം അവനോട് ചേർന്ന് നിൽക്കാനിടയായി. ഇന്ന് ഒത്തിരി പ്രസംഗകന്മാരുണ്ടെന്നേ, രോഗശാന്തിക്കാരുണ്ടെന്നേ, പലരിലും വ്യാപരിക്കുന്ന ആത്മാവ് വേറെയാ. ആമേൻ. എന്റെ കുടുംബജീവിതം ശരിയല്ലെങ്കിൽ, എന്റെ ആത്മീയ ജീവിതം ശരിയല്ലെങ്കിൽ, എന്റെ പ്രവൃത്തി ശരിയല്ലെങ്കിൽ, ഞാൻ പ്രസംഗിക്കുന്ന ഇടങ്ങളിൽ വ്യാപരിക്കുന്നത് എന്നിലുള്ള സ്പിരിറ്റിന് ഉറപ്പായി ഇമ്പാർട്ടേഷൻ ഉണ്ട്. ഏലിയാവിന്റെ ആത്മാവ് ഇരട്ടി പങ്ക് ഏലീശയുടെ മേൽ വന്നു. ആ ലഗ്യോൻ ബാധിതനിൽ ഉണ്ടായിരുന്നത് പന്നിയുടെ മണ്ടയിലോട്ട് പോയി. ഉദാഹരണങ്ങൾ ഒത്തിരി ഒത്തിരി ഇനിയും പഴയ പുതിയ നിയമങ്ങൾ എടുത്ത് ഉദ്ധരിക്കാനുണ്ട്. ആത്മാവിന് പകർച്ചയുണ്ട്. നല്ല മനുഷ്യരിലുള്ളത് നല്ല ആത്മാവ. വിശ്വാസത്തിന്റെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ നിറവ്, അത് നമ്മൾ ഇന്ന് പകൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് കൊതിയുണ്ട്, ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമുക്ക് മനസ്സാണോ? എവിടെയെങ്കിലും നല്ല മനുഷ്യരെന്നുള്ള അനുഭവത്തിന് ഒരു വ്യതിയാനം വരുത്തുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ഒരു നിമിഷം ഒന്ന് ശോധന ചെയ്തേ. നല്ല അപ്പയായി മാറാൻ, നല്ല അമ്മയായി മാറാൻ, നല്ല മമ്മി, നല്ല പപ്പ, ഒരു നല്ല ഡാഡി, ഒരു നല്ല മമ്മി, ഒരു നല്ല അപ്പച്ചൻ, നല്ല അമ്മച്ചി, ദൈവസഭയ്ക്ക് വിശ്വസ്തരായ സഹോദരി, വിശ്വസ്തരായ സഹോദരന്മാർ, മക്കളെ, നല്ല മക്കൾ, നല്ല മക്കൾ. വല്ലവന്റെ കുഞ്ഞുങ്ങളെ അടിച്ചു കൊല്ലുന്ന കുഞ്ഞുങ്ങളല്ല, നല്ല മക്കൾ. ക്യാമ്പസിൽ, നിങ്ങളുടെ സ്കൂളിൽ ചിലരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ പാസ്റ്റർ അരികിലേക്ക് സുവിശേഷത്തിന്റെ സന്ദേശവുമായി ചില കുഞ്ഞുങ്ങളെ എത്തിക്കുന്ന മക്കളായി മാറാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ? നല്ല മക്കളായി തീരാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? കണ്ണുകളൊക്കെ അടയട്ടെ, ഹൃദയങ്ങൾ ഏകാഗ്രമാകട്ടെ. ചേർന്നൊരു നിമിഷം പ്രാർത്ഥിക്കുമോ? ഓ റമശാല റഖദിയാരഗക്ഷസേ ലേഖേമേനെ ധേരെ 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 വിയാലഗ. കെട്ട അനുഭവങ്ങൾ ഉളവാക്കിയെടുക്കാൻ നോക്കുന്ന ദുഷ്ടാത്മ മണ്ഡലങ്ങൾ ഏതെങ്കിലും ഞങ്ങൾ അറിഞ്ഞോ അറിയാതെ ഉണ്ടെങ്കിൽ, യേശുവിനെ ഉയർത്തുന്ന ഇടത്ത്, യേശുപ്പാടെ കരം പിടിക്കുന്ന ഇടത്ത് ഞങ്ങളെ വിട്ട് മാറുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ സമ്പർക്കം, ഞങ്ങളുടെ സഹവാസം കർത്താവേ, ഞങ്ങളുടെ കൂട്ട് ഞങ്ങളുടെ രക്ഷകനോട് കൂടെയാ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനോട് കൂടെയാ. ഹല്ലേലൂയ. ഒരു നല്ല ശമരിയൻ പ്രവൃത്തി കൊണ്ട് ആ പേരിന് അർഹനായതുപോലെ, നല്ല ഇടയെന്ന് കർത്താവ് പറഞ്ഞതുപോലെ, ഞങ്ങൾ ഇന്ന് പകൽ ആ നല്ല ഇടയനെ കൈപിടിക്കുകയാണ്. ഇന്ന് പകൽ ഇതിനകത്ത് രോഗികൾ സൗഖ്യമാകട്ടെ, ഇന്ന് പകൽ രോഗികൾ സൗഖ്യമാകട്ടെ, കുഞ്ഞുങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങൾ പ്രകാശിക്കട്ടെ, ആത്മീക വളർച്ചയുണ്ടാകട്ടെ. കർത്താവേ, ആത്മീക വളർച്ചയുണ്ടാകട്ടെ, കുടുംബ പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ, കുടുംബ പ്രാർത്ഥനകൾ, അറ്റുപോയ വിളക്കുകൾ കത്തട്ടെ.
ദീപങ്ങൾ തെളിയട്ടെ, കുടുംബ പ്രാർത്ഥനകൾ നടക്കട്ടെ, ആത്മാവിന്റെ ആരാധന വ്യക്തികളിൽ ആത്മാവിന്റെ ശക്തിയോടെ നിവർത്തീകരിക്കപ്പെടട്ടെ, വാഗ്ദത്ത വിഷയങ്ങൾ പ്രാപിക്കട്ടെ, ആത്മബലം പ്രാപിക്കട്ടെ, ആത്മനിറവ് ആത്മാഭിഷേകം ജനം പ്രാപിക്കട്ടെ, ആത്മശക്തിയുടെ ഒഴുക്ക് വ്യക്തികളിൽ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകട്ടെ, ബുദ്ധിമണ്ഡലം പ്രകാശിക്കട്ടെ, എക്സാമുകളിൽ ഉന്നത വിജയം ഉണ്ടാകട്ടെ. കർത്തൃ ശുശ്രൂഷകന്മാർക്കായി സ്തോത്രം, ശുശ്രൂഷകൾക്കായി സ്തോത്രം, ദൈവസഭയ്ക്കായി സ്തോത്രം. ആത്മീക മേഖലയിൽ, ഭൗതിക മേഖലയിൽ, ശാരീരിക നിലകളിൽ അങ്ങയുടെ പ്രസൻസ്, അങ്ങയുടെ ഗൈഡൻസ് ഇന്ന് സഭയ്ക്ക് ഉണ്ടാകട്ടെ. ചേർന്ന് കരങ്ങൾ തട്ടി ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ചില മുഖങ്ങൾ ഇന്ന് പകൽ ഉടഞ്ഞു മാറുന്നതുകൊണ്ട് സ്തോത്രം. പൈശാചിക മണ്ഡലങ്ങൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ അങ്ങേ ഉയർത്തുന്ന ഇടത്ത് നിൽക്കപ്പെടത്തില്ലെന്ന് ഞങ്ങൾ പൂർണ്ണമായി അറിയുന്നു. ഞങ്ങൾ ക്രിസ്തുവിനെ ഉയർത്തുന്നു. We lift up your name, Lord. We lift up your name. ഞങ്ങളുടെ നാമത്തെ ഉയർത്തുന്നു, ഞങ്ങളുടെ നാമത്തെ ഉയർത്തുന്നു. ഈ മക്കൾ, ഈ വിശുദ്ധ ദൈവസഭ, ദൈവദാസന്മാർ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ഉയർത്തുന്നു. ഒരു നല്ല സാക്ഷ്യം, ഒരു നല്ല ദാസൻ, നല്ല ദാസനെ, നല്ല ദാസനെ. സാധു സാധു കൊച്ചുഞ്ചേശി പാടി, നല്ല ദാസൻ എന്ന് ചൊല്ലുന്ന തന്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ, നല്ല ദാസൻ എന്ന് ചൊല്ലുന്ന തന്റെ മുൻപാകെ ലജ്ജിതനായി പോകാതെ. സോറിമാരെ, ദൈവദാസന്മാരെ, ഒരു ശബ്ദം നമ്മൾ കേൾക്കാൻ പോകുക. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നല്ലവനും വിശ്വസ്തയുമായ ദാസിയെ, ഈ വിളി കേൾക്കാൻ പോകുക. ഈ ശബ്ദം നമ്മുടെ കാതുകളിൽ കേൾക്കണം. മിടുക്കന്മാരെ നല്ല വിളിക്കാൻ പോകുന്നത് നല്ലവനും നല്ലവളും വിശ്വസ്തയുമായ, നല്ലവനും വിശ്വസ്തനുമായ ആ വിളി കേൾക്കാൻ കാതുകൾ ഒരുങ്ങട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അവരുടെ സ്ഥാനങ്ങളിലിരിക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നിമിഷങ്ങളിൽ എല്ലാ പ്രിയ ദേവദാസനിലൂടെ നമ്മുടെ ഹൃദയത്തെ അറിയുന്ന, നമ്മുടെ പ്രവൃത്തിയെ അറിയുന്ന ദൈവം പ്രിയ ദേവദാസനിലൂടെ വചനത്തിലൂടെ നമ്മൾ വളരെ വ്യക്തമായി നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ആ കേട്ട വചനത്തിന് മുൻപാകെ ഒരിക്കൽ കൂടെ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിക്കാമോ? ബർണബാസിന്റെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചത് അവൻ നല്ല മനുഷ്യനായിരുന്നു എന്നുള്ള ഭാഗത്തു നിന്നാണ് സംസാരിച്ചത്. നമുക്ക് നമ്മുടെ ജീവിതം ഒന്ന് ശോധന ചെയ്യാമോ? ദൈവം തന്നിരിക്കുന്ന സ്ഥാനങ്ങളിൽ നല്ലതായിരിക്കുന്നോ എന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാമോ? നല്ല പിതാവാകാൻ സാധിച്ചിട്ടുണ്ടോ? നല്ല മാതാവാകാൻ സാധിച്ചിട്ടുണ്ടോ? മകൻ, മകൾ എന്ന ആ നിലയിൽ നല്ലതായി ജീവിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? നല്ല ശുശ്രൂഷക്കാരനായി ജീവിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ദൈവം തന്നിരിക്കുന്ന മേഖലകളിലൊക്കെ നമുക്ക് നല്ല ഒരു സാക്ഷ്യമുണ്ടോ എന്ന് നമുക്ക് ദൈവവചന പ്രകാരം നമുക്ക് ഒരിക്കൽ കൂടെ ശോധന ചെയ്യാമോ? കർത്താവിനോട് കൂടെ നടക്കുവാൻ സാധിക്കാത്ത എന്തെങ്കിലും തടസ്സമായിരിക്കുന്ന, എന്തെങ്കിലും മറഞ്ഞു കിടക്കുന്ന പാപങ്ങളോ, മുറുകെ പിടിച്ചിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒരിക്കൽ കൂടെ നമുക്ക് ശോധന ചെയ്യാമോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു തീരുമാനത്തോടെ മടങ്ങിപ്പോകും. കർത്താവേ, ആ ബർണബാസ് നല്ല മനുഷ്യനായിരുന്നത് പോലെ എനിക്ക് അതുപോലെ ആയി തീരുവാൻ ആഗ്രഹമുണ്ട്. ദൈവമേ, എന്നെ ആ നിലയിലേക്ക് ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. ആഴമായ ഒരു മാനസാന്തര, ഒരു വിശദീകരണം എന്റെ ജീവിതത്തിൽ തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായ ദൈവത്തോട് ഇന്ന് പ്രാർത്ഥിക്കാമോ? നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ ഓർക്കുന്നൊരു ദൈവം. ആ നല്ല മനുഷ്യൻ എന്ന പദവിയിലേക്ക്, നല്ലവന് വിശ്വസ്തനുമായ ദാസനെ എന്ന വിളി ഒരു ദിവസം കേൾക്കേണ്ടവർ പ്രിയപ്പെട്ടവരെ, ആ നിലയിലേക്ക് ആയിത്തീരുവാൻ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാമോ? ആമേൻ. നല്ല ശമര്യക്കാരനെന്ന് ലോകം മുഴുവൻ അറിഞ്ഞത് തന്റെ പ്രവൃത്തി കാരണമാണ്. നമ്മുടെ ദൈവസഭയിൽ, നമ്മളായിരിക്കുന്ന ഭവനത്തിൽ, നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകളിൽ നമുക്ക് നല്ല സാക്ഷ്യമുണ്ടോ എന്ന് ഒരിക്കൽ കൂടെ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാമോ? ഒരു തീരുമാനത്തോടെ, ഒരു ആഴമായ ഒരു സമർപ്പണത്തോടെ നമുക്ക് മടങ്ങി പോകാം. പ്രിയപ്പെട്ടവരെ, ഇന്നും ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് ദൈവവചനാധികാരിയുമായി ശുശ്രൂഷിച്ച പാസ്റ്റർ ഷിബു മാത്യു പ്രിയ ദേവദാസിനോടെല്ലാം നന്ദി അറിയിക്കുന്നു. പ്രിയ ദേവദാസിന്റെ കുടുംബത്തെ, ശുശ്രൂഷ, ദൈവസഭയെല്ലാം അനുഗ്രഹിക്കേണ്ട വൈകുന്നേരം പ്രിയ ദേവദാസൻ ശുശ്രൂഷിക്കുന്നതായിരിക്കും. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പ്രിയ രാജീവ് പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ സെഷൻ അവസാനിക്കുന്നതായിരിക്കും. നമ്മൾ കണ്ണുകളടയ്ക്കാം, ദൈവസന്നിധിയെ പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ,
നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തിരുമേനിയെ സ്തുതിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ കർത്താവേ ഹല്ലേലൂയ ആമേൻ. ഇന്ന് ഈ കർത്താവേ രണ്ടാമത്തെ പകൽക്കാലവും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ കർത്താവേ. അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വിലയേറിയ അഭിഷക്തനെ ഞങ്ങളുടെ മധ്യ അയച്ച് ഞങ്ങൾ കാഴ്മയേറിയ കർത്താവേ വചനത്തിൻ്റെ മർമ്മങ്ങളെ അവിടുന്ന് വിളമ്പി തന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ബർന്നബാസിനെ പോലെ ഹല്ലേലൂയ ഒരു നല്ല മനുഷ്യനായി തീരുവാൻ ഹല്ലേലൂയ ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഞങ്ങളുടെ പ്രവൃത്തി അറിയുന്ന കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങളുടെ പ്രവൃത്തികളെ ഈ ദിവസങ്ങളൊന്നുകൂടെ ഹല്ലേലൂയ ശോധന ചെയ്തുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ വിശുദ്ധിയോടെ ജീവിപ്പാൻ തിരുമേനി ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തുവാൻ തിരുമേനി അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ, ഞങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് ഞങ്ങളെ തന്നെ ഒന്നുകൂടെ പരിശോധിപ്പാൻ തിരുമേനി അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 വിശുദ്ധന് ഹല്ലേലൂയ അശുദ്ധിയിലേക്ക് പോകാൻ കഴിയില്ല എന്ന് കല്ലിൽ കേൾപ്പിച്ചല്ലോ. ഹല്ലേലൂയ 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 ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് പാപം ചെയ്യാൻ കഴിയില്ലെന്ന് കേൾപ്പിച്ചല്ലോ കർത്താവേ. ഇതും പ്രകാരം ഈ ദിവസങ്ങളിൽ കർത്താവേ വിടേണ്ടതെല്ലാം വിട്ടുകൊണ്ട് വിശുദ്ധിയോടും നിർമ്മലതയോടും ജീവിപ്പാൻ തിരുമേനി സഹായിക്കണം എന്ന് അവിടുത്തെ ഭക്തനെ ശക്തമായി കരങ്ങളിൽ ഉപയോഗിച്ചതുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം. ഈ കേൾപ്പിച്ച ദൈവത്തിന്റെ വചനങ്ങൾ കർത്താവേ ഞങ്ങളെ ഹല്ലേലൂയ കർത്താവേ ഞങ്ങളുടെ നല്ല മക്കളാക്കി ഹല്ലേലൂയ ഹല്ലേലൂയ അവിടുന്ന് തീർക്കണമേ. അവിടുന്ന് നല്ല ജനമാക്കി വിശ്വസ്തരാക്കി ഹല്ലേലൂയ അവിടുന്ന് തീർക്കണമേ. ഈ വചനം ഹല്ലേലൂയ 30, 60, 100 മേനിയായി ഞങ്ങളുടെ ഹൃദയത്തെ വിളയട്ടെ കർത്താവേ. അങ്ങനെ ഏറ്റവും നല്ലൊരു സഭയായി ഞങ്ങളുടെ സഭയെ അവിടെ തീർക്കണമേ കർത്താവേ. ഈ പട്ടണത്തിൽ കർത്താവേ ജ്യോതിസ് പോലെ കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ ഹല്ലേലൂയ കർത്താവ് അറിയുന്ന ഒരു സഭയാക്കി അവിടെ തീർക്കണം. സകലമാനും മുഖത്തൊപ്പച്ചെടുക്കണം. അവിടുത്തെ അഭിഷേകത്തിനെ പിന്നെയും ശക്തമായി ഉപയോഗിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു കേൾക്കണമേ പ്രിയ പിതാവേ. സമാധാനത്തോടെ എല്ലാവർക്കും മടങ്ങി പോകാം. ഈവനിങ് സെഷൻ കൃത്യം 7 മണിക്ക് തന്നെ ആരംഭിക്കുന്നതാണ്. ഒരു അറിയിപ്പ് കൂടെയുണ്ട്. നാളെ 9 മണിക്ക് ഇവിടെ സ്നാനം ഉണ്ടായിരിക്കുന്നതാണ്. സ്നാനപ്പെടുവാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദേവദാസന്മാരുമായി ബന്ധപ്പെടേണ്ടതാണ്. ആ വിഷയത്തെ അറിയിച്ചുകൊള്ളുന്നു. സമാധാനത്തോടെ മടങ്ങിപ്പോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാണ്.